أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറത്തുൽ ബഖറ. ബഖറ എന്ന വാക്കിന് പശു എന്നർത്ഥം. അതിന് സൂറത്തുകൾക്കൊക്കെ സാധാരണ ഒരു പേര് വരിക, ഒന്നെങ്കിൽ അതിൻ്റെ തുടക്കം, അല്ലെങ്കിൽ അത് പ്രതിപാദിക്കപ്പെട്ട ഒരു മെയിൻ പ്രധാന വിഷയത്തെ അതിൻ്റെ ഒരു പേരിട്ടു എന്നേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. സൂറത്തുൽ ബഖറ, അതായത് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത്, അഥവാ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് ആദ്യത്തെ പേജ്, ആമുഖ പേജ്, അതായത് തുടക്കത്തിലാണല്ലോ നമ്മൾ കാര്യങ്ങൾ പറയാം. ഉള്ളടക്കം എന്നൊക്കെ നമ്മൾ സാധാരണ പുസ്തകത്തിൽ ഒരു ഇൻട്രോ പേജ് ഉണ്ടാവും. ഇതൊരു ഇൻട്രോ പേജ് തന്നെയാണ്. ഇതിൽ കൃത്യമായിട്ട് ഒരു വിഷയം പറയുന്നുണ്ട്, അടുത്ത പേജിൽ അതിൻ്റെ മറുവിഷയവും പറയുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഇത് മറ്റൊരു വീഡിയോയിലായിരിക്കും മിക്കവാറും അധികം ഉള്ളത് കൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലായിരിക്കും ചെയ്യുക. അതും കൂടെ ഒന്ന് കേൾക്കണം. നമുക്ക് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് തന്നെ വരുന്നത് അലിഫ് ലാം. അവിടെ അലിഫ് ലാം മീം അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ അലിഫ് കഴിഞ്ഞ് അതിന് മദ്ദില്ല, അലിഫ് എന്നേ ഉള്ളൂ. പിന്നെ ലാം മീം. തജീവിദ് ക്ലാസ് അല്ല, തഫ്സീറാണ്, ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒന്നാമത്തെ ആയത്ത്, ഇതൊരു ആയത്താണ്. ഇതിൻ്റെ മീനിങ് എന്താ? ഇതിന് മീനിങ് ഇല്ല. അപ്പോൾ മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു അർത്ഥമില്ലാത്തൊരു വാക്ക് എന്തിനാ ഖുർആനിൽ? അങ്ങനെ ഒരു ചോദ്യം അറബികൾ ആരും ചോദിച്ചിട്ടില്ല. കാരണം അവർക്കൊക്കെ സുപരിചിതമായ വാക്കായിരുന്നു അത്. അപ്പം ഖാഫ്, നൂൻ, യാസീൻ, ഈ വാക്കുകളൊക്കെ ആ അറബിലെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ അറബ് പൈതൃകത്തിലെ അറബ് ഭാഷാ പണ്ഡിതന്മാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അവിടുത്തെ കവികളും അത് പാടിക്കൊണ്ടിരുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു പാട്ട് തുടങ്ങുമ്പോൾ അതിൻ്റെ മുമ്പൊരു മ്യൂസിക് ഉണ്ടാവില്ലേ, അതുപോലെ ഒരു ഉദാഹരണം പറയാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാനുള്ള ഒരു സംവിധാനം, അങ്ങനെ അതിനെ കാണേണ്ടുള്ളൂ. അതിൽ പ്രത്യേകിച്ച് മീനിങ് ഇല്ല എന്ന് തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഉണ്ട് മറ്റെന്തെങ്കിലും ആണെങ്കിൽ അള്ളാഹു ആലം, എനിക്ക് അങ്ങനെ അറിവില്ല. ഓക്കെ, എൻ്റെ അറിവിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാണ്. ദാലിക്കൽ കിതാബ്, തുടക്കത്തിൽ പറയാണ്, ഇൻട്രോ പറയാണ്. അതായത് ഈ ഈ ഒരു കിതാബ്, കിതാബ് എന്നുള്ളത് മലയാളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ കിതാബ് ലാ റൈബ ഫീ, ഇത് കിതാബാണെന്ന് നമുക്കിങ്ങനെ ഇതിനെ, ഈ കിതാബിനെ ലാ റൈബ ഫീയിലേക്ക് കണക്ട് ചെയ്തിട്ട് അർത്ഥം വെക്കുകയാണെങ്കിൽ ഇതൊരു കിതാബാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ലാ റൈബ്, റൈബ് എന്ന് പറഞ്ഞാൽ ഡൗട്ടില്ല, നോ ഡൗട്ട്, ദിസ് എ ബുക്ക്. ഇത് യാതൊരു സംശയമില്ല, ഇതൊരു ബുക്കാണ്. ഇത് മാത്രം അർത്ഥം വെക്കുകയാണെങ്കിൽ. പക്ഷേ ഫീ, എന്തിനുള്ളത്? ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖികൾക്ക് സന്മാർഗദർശകമായ ഗ്രന്ഥമാണിതെന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണ് അതിൻ്റെ മീനിങ് വരിക. നമ്മൾ ഇപ്പോൾ പല സൂറത്തുകളിലും ഞാൻ ആവർത്തിച്ചിരുന്ന ഒരു കാര്യം, ഒരു വാക്കിനെ അടുത്ത വാക്കുമായിട്ടും ആ ആയത്തിനെ അടുത്ത ആയത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. സൂറത്തുകൾക്ക് സൂറത്തുമായിട്ട് ബന്ധമുണ്ട്, ആയത്തുകൾക്ക് ആയത്തുകളുമായിട്ട് ബന്ധമുണ്ട്. അതൊരു ആ മാന പറഞ്ഞ് മീനിങ് പറഞ്ഞ് നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഫാത്തിഹ പറഞ്ഞില്ലേ, ഫാത്തിഹ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം, അങ്ങനെ കണക്ട് ചെയ്ത് ആ ദുആയിലേക്ക് എത്തുകയാണ്. അതുപോലെ ഇവിടെ ഒരു പ്രധാനമായിട്ടും ഈ അഞ്ചായത്തും കഠിനമായ ബന്ധമാണ്, ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ബന്ധമാണ് ഈ അഞ്ചായത്തും. എന്ന് വെച്ചാൽ ഒന്നിൻ്റെ വിശദീകരണമാണ് അടുത്ത ആയത്ത്. ذلك الكتاب لا ريب فيه هدى للمتقين. മുത്തഖി എന്നുള്ള വാക്ക് പിന്നെ നമുക്കറിയുന്നതല്ല, നമ്മൾ നോർമലി നമ്മുടെ നാട്ടിലൊക്കെ ആളുകളൊക്കെ പരസ്പരം പറയുന്നൊരു കാര്യം, വലിയ മുത്തഖി ആവണ്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മുത്തഖി എന്ന് പറഞ്ഞാൽ തഖ്വ ഉള്ള ആള്. അപ്പോൾ തഖ്വ എന്താന്ന് വളരെ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. തഖ്വ ബ്രീഫായിട്ട്, കാരണം വലിയ വിഷയമാണ്, അതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്. നമുക്ക് ഒരുപാട് വയല് നടത്തേണ്ടത്. കാരണം അറബ് ഭാഷ തന്നെ നമ്മൾ ഒരു വാക്കുകൾ കൊണ്ടോ രണ്ട് വാക്കുകൊണ്ടോ തീർക്കാവുന്നതല്ല. നമ്മൾ ഇത് കേൾക്കുന്ന, എൻ്റെ പ്രിയമുള്ള ഇത് കേൾക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, വിശുദ്ധ ഖുർആനെ സ്നേഹിക്കുന്ന
നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സമയം എടുത്തിട്ട് വേണം ഇത് കേൾക്കാൻ. ഓക്കെ, ഞാനും സമയം എടുത്തിട്ട് തന്നെ ഇത് സംസാരിക്കുന്നത്. കാരണം ഇത് കുറഞ്ഞു പോകണ്ട. അത് പിന്നീട് നമ്മൾ ഇതിൽ ഒരു പേജിലേക്കോ ഒരു സൂറത്തിലേക്കോ തിരിച്ചു വരുന്നില്ല. നമ്മൾ പഠിച്ച് ഏറ്റവും പരമാവധി അത് പഠിച്ചിട്ട് ആ വാക്കുകളും അതിൻ്റെ അർത്ഥവും ഒക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഇൻഷാ അള്ളാഹ് പോകുന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ലിൽ മുത്തഖിൻ, തഖ്വ. തഖ്വയെ പറ്റി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. നമ്മളൊരു വിജനമായ കാട്ടിലൂടെ നടക്കുകയാണ്. കൂരിരുട്, ഒരു തുള്ളി വെളിച്ചല്ല. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മുമ്പിലും വലതുവശത്തും ഇടതുവശം നാലാ ഭാഗത്തുനിന്നും ഭയങ്കരമായ ശബ്ദങ്ങൾ, പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളുണ്ട്. കാല് വെക്കുന്നിടത്തൊക്കെ എന്തൊക്കെയോ തടയുന്നുണ്ട്. ചിലപ്പോൾ അത് വലിയ കുഴിയാവാം, അല്ലെങ്കിൽ വലിയ കല്ലാവാം, ചിലപ്പോൾ പാമ്പാവാം, എന്തെങ്കിലും കടിക്കുന്ന ജന്തുക്കളാവാം, ചിലപ്പോൾ ഇപ്പം തന്നെ ആക്രമിക്കാൻ. കാരണം ഈ ഇരുട്ടത്ത് ഈ ജീവിവർഗങ്ങൾക്കൊക്കെ നമ്മളെ കാണാൻ പറ്റുമല്ലോ, നമ്മൾ അവരെയല്ലേ കാണത്തുള്ളൂ. അപ്പോൾ ആ ജീവികൾ എന്തെങ്കിലും വന്ന് ഇപ്പം നമ്മുടെ അറ്റാക്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ മെല്ലെ വളരെ സൂക്ഷ്മതയോടുകൂടെ ഓരോ സ്റ്റെപ്പ് വെച്ച് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ആ വിജനമായ കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോ സ്റ്റെപ്പും എത്ര സൂക്ഷിച്ചാൽ നമ്മൾ വെക്കുക. അതുപോലെ സൂക്ഷ്മതയോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ പേരാണ് തഖ്വ. മനസ്സിലായില്ലേ? നമ്മുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളുമായി അള്ളാഹു ഇത് ഇഷ്ടാവോ, ഓരോ കാര്യം ചെയ്യുമ്പോൾ, മക്കളെ കെട്ടിക്കാൻ വരുമ്പോൾ, സ്കൂളിൽ ചേർക്കാൻ ചേരുമ്പോൾ, അഡ്മിഷൻ എടുക്കുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, പുതിയ ജോലി കിട്ടുമ്പോൾ, ബാങ്കിലേക്ക് പോകുമ്പോൾ, പലിശ എടുക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വീടെടുക്കുമ്പോൾ, എ ടു സെഡ് ജീവിതത്തിൻ്റെ സകലമാന വിഷയങ്ങളെയും അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു മനുഷ്യൻ സൂക്ഷ്മതയോടെ ജീവിക്കുന്നതിൻ്റെ, അതിസൂക്ഷ്മമായി എക്സ്ട്രീം ലെവലിൽ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളെയും കാണുന്നതിൻ്റെ പേരാണ് തഖ്വ. ചായ കുടിച്ചിട്ട് ഗ്ലാസ് അവിടെ വെക്കുമ്പോൾ അതിൽ ഇത്തിരി ബാക്കിയുണ്ട്. ജ്യൂസ് കുടിച്ചിട്ട് ഗ്ലാസ് അവിടെ വെക്കുമ്പോൾ ഇത്തിരി ബാക്കിയുണ്ട്. വെള്ളം കുടിച്ചിട്ട് ഗ്ലാസ് അവിടെ വെക്കുമ്പോൾ ഇത്തിരി വെള്ളം അവിടെ ബാക്കിയുണ്ട്. അത് കുടിക്കുക. കാരണം തഖ്വയാണ്, അള്ളാഹിൻ്റെ കാരുണ്യമാണ് ആ വെള്ളം. അള്ള കൊണ്ടുവന്ന റഹ്മത്ത് എത്രത്തോളം പ്രോസസ്സിങ്ങിലൂടെ ആകാശത്തൂടെ വന്ന് ഇറങ്ങിയ മഴയായി ധാരയായി പെയ്ത് ഭൂഗർഭജലമുണ്ടാക്കി അതിലൂടെ കിണറ്റിന്ന് വന്ന് അതിൻ്റെ ഒരു വഴി നോക്കണേ. അള്ളാഹു എത്രത്തോളം പ്രോസസ്സിങ്ങിലൂടെ വന്ന് അള്ളാഹിൻ്റെ റഹ്മത്താണ് കിടക്കുന്നത്. അതങ്ങനെ വേസ്റ്റ് ചെയ്യപ്പെടേണ്ടതല്ല. ഭക്ഷണമാവട്ടെ, എ ടു സെഡ് ഒക്കെ സൂക്ഷ്മതയാണ്. കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ അള്ളാഹുവിൽ അതിസൂക്ഷ്മമായി ബന്ധപ്പെടുത്തി അങ്ങനെ മുത്തക്കിയായ ആളുകൾക്ക് മുത്തക്കികൾക്ക് ദാ ഇവിടെ ഈ വാക്ക് ഹുദ, സന്മാർഗം. അപ്പോൾ നമ്മൾ സ്വാഭാവികം ചോദിച്ചും ഖുർആൻ എല്ലാവർക്കും ഉള്ളതല്ലേ? ആണ്, എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ മുത്തക്കികൾക്കാണ് ഹുദ കിട്ടുമെന്ന് പറഞ്ഞാൽ ശരിയാണ്, മുത്തക്കികൾക്കേ ഹുദ കിട്ടുള്ളൂ. ഖുർആൻ എല്ലാവർക്കും കിട്ടും. ഖുർആൻ നമ്മൾ ഓതണ്, നിങ്ങൾ ഓതണ്, എല്ലാവരും ഓതണ്. ഇപ്പം ഞാനും നിങ്ങളും പഠിക്കുന്നു, ആയിരക്കണക്കിന് ആളുകൾ പഠിക്കുന്ന ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നു. ലോകത്ത് 2 ബില്യൺ ആളുകൾ ഇപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, മുസ്ലിങ്ങൾ. പക്ഷെ അവർക്കൊന്നും ഇതിൻ്റെ ഗുണം കിട്ടൂല. ആർക്കാ ഗുണം കിട്ടുക? മുത്തക്കിക്കേ കിട്ടുള്ളൂ. മുത്തക്കികളായിട്ടുള്ള ലോകത്തെ എല്ലാ മുസ്ലിങ്ങൾക്കും. എല്ലാ മുസ്ലിങ്ങളും മുത്തക്കികളല്ല, എല്ലാ മുത്തക്കികളും മുസ്ലിങ്ങളാണ്. ആ വാക്ക് ഒന്നുകൂടി ഞാൻ പറയാം, പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല. എല്ലാ മുത്തക്കികളും മുസ്ലിങ്ങളാണ്, പക്ഷെ എല്ലാ മുസ്ലിങ്ങളും, മുസ്ലിം നാമധാരികളും മുത്തക്കികൾ അല്ല. അപ്പോൾ ആരാണ് മുത്തഖി എന്നുള്ളതാണ് ഈ പേജിൽ തുടക്കത്തിൽ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ത് മനോഹരമായിട്ടാണ് ഖുറാന് അതിൻ്റെ പേജ് സ്ട്രക്ചർ വെച്ചിട്ടുള്ളത്. ഫാത്തിഹ കഴിഞ്ഞ് ദുആ കഴിഞ്ഞിട്ട് നേരെ ഇൻട്രോ പേജിൽ കാര്യം ആർത്ത് മുറിച്ചങ്ങ് പറഞ്ഞു, മുറിച്ചട് പറഞ്ഞു. അല്ലാ, ഇത് ഈ ബുക്ക് ഖുർആൻ, ഈ കിതാബ് ഉണ്ടല്ലോ, ഇത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന ഉത്തമ ബോധ്യത്തോടെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഇത് ഹുദയായിട്ട് മാറുകയുള്ളൂ എന്ന് കൃത്യമായി പറഞ്ഞു എന്ന് മാത്രമല്ല, ആ മുത്തക്കികൾക്ക് 5 ഗുണങ്ങൾ താഴെ എണ്ണി പറഞ്ഞ് ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ എന്നും പറഞ്ഞു. അവർക്കാണ് ഈ ഖുർആൻ കൊണ്ട് പ്രയോജനം ഉണ്ടാവും. അപ്പം ഈ എൻ്റെ ഈ എത്ര പേര് മാഷാ അള്ളാഹ് അൽഹംദുലില്ലാ പിന്നെയും പിന്നെ അള്ളാഹിനെ സ്തുതിക്കാണ്, ഈ യൂട്യൂബിലൂടെ ഈ ചാനലിലൂടെ എത്ര പേരാണ് വിശുദ്ധ ഖുർആൻ്റെ അർത്ഥം പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്, എത്ര പേരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കാണുന്നവരോടൊക്കെ പറയാനുള്ളത്, ഞാനും നിങ്ങളും മുത്തഖിയായെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് നമുക്ക് ഹിദായത്ത് കിട്ടുള്ളൂ. ഹിദായത്തിൽ, സന്മാർഗത്തിൽ, അള്ളാഹിൻ്റെ മാർഗത്തിൽ, അതായത് അമ്പിയ മുർസലുകളുടെയും സ്വർഗത്തിലേക്കുള്ള വഴിവെട്ടി ആ പാതയിൽ സഞ്ചരിച്ച ആ പുണ്യപുരുഷന്മാരുടെ ആ
പൈതൃകത്തിൻ്റെ പാരമ്പര്യത്തിൽ നമ്മൾ ഉൾക്കൊള്ളണമോ നമ്മൾ മുത്തക്കിയാവണം. എന്താണ് മുത്തക്കി? അത് തുടർന്നുള്ള മുത്തക്കികളുടെ ഗുണങ്ങൾ നമ്മൾ പറയാൻ പോവാ. എൻ്റെ ഒന്നുകൂടെ പറയാം. മുത്തക്കി എന്ന് പറഞ്ഞാലേ അതിസൂക്ഷ്മതയോടുകൂടെ ഓരോ സ്റ്റെപ്പും വെക്കുന്നവർ, കയ്യിലേക്ക് വരുന്ന പൈസ ഹലാലാണെന്ന് ഉറപ്പ് വരുത്തുന്നവർ, ഉമ്മാനോട് സംസാരിക്കുമ്പോൾ ഉപ്പാനോട് സംസാരിക്കുമ്പോൾ സംസാര മര്യാദകൾ, കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് കാണാതെ, കാണാൻ പറ്റുമായിരുന്നിട്ടും റൂമിലൊറ്റക്ക് ആരുമില്ല എന്തും കാണാം, പക്ഷെ കാണുന്നില്ല. കാണാത്തത് എന്തേ? കണ്ണിൻ്റെ പിന്നിൽ ഞാൻ കാണുന്നതെന്ന് പോലെ കാണുന്ന, അതിനേക്കാളും ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു സൃഷ്ടാവ്, ഈ സൃഷ്ടിയുടെ എല്ലാ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടാവ് എനിക്കുണ്ട്. ആ റബ്ബ് എൻ്റെ എല്ലാം അറിയുന്നുണ്ട്. എൻ്റെ മനോമുകുരങ്ങളിൽ ഞാൻ ചിന്തിക്കുന്ന എൻ്റെ ചിന്തകളുടെ തെറ്റായ വിചാരങ്ങളിൽ വരെയുള്ള ചിന്തകൾ വരെ നാളെ വിചാരണ ചെയ്യപ്പെടുമെന്ന ബോധത്തോടെ ജീവിക്കുന്ന അതിസൂക്ഷ്മശാലിയായ ഒരു മുത്തഖിയെ പറ്റിയാണ് ഇവിടെ പറയാം. അപ്പോൾ ഈ തഖ്വ അളക്കാൻ ആരും അളക്കാൻ പോകണ്ട കേട്ടോ. അത് പറയുമ്പോഴും ഒരാൾ മുത്തഖിയാണോ അല്ലേ എന്നൊന്നും നമുക്കാർക്കും പറയാൻ പറ്റില്ല കേട്ടോ. ഈ പള്ളിയിൽ വരെ നിസ്കരിക്കുകയും അവരെ കൊച്ചാക്കല്ല, ചെറുതായിട്ട് കാണല്ല. 5 വക്ത പള്ളിയിലൊക്കെ വരുന്ന വലിയ ദീനിൻ്റെ വലിയ ആളുകളായിട്ട് വലിയ തൊപ്പിയും താടിയൊക്കെ വെച്ചിട്ട് പള്ളിയിലൊക്കെ വന്നു പോകുന്ന ആൾക്കാരില്ലേ, നാളെ ഒരു പക്ഷേ നമുക്ക് സ്വർഗത്തുനിന്ന് കാണാം. മുത്തഖി എന്നുള്ളത് കൽബകങ്ങളിലുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള കൽബിൻ്റെ ഉള്ളിലുള്ള ഒരു വികാരമാണ്. അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ കഴിയില്ല. ഒരു ലാബിലുണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റൂല അവന് ഇത്ര തക്കവ ഉണ്ട് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ പ്രബലമായിട്ടുള്ള ഒരു ആയത്ത്, എല്ലാം പ്രബലം തന്നെയാണ്. യാ അയ്യുഹൻ നാസ്, ഓ മൈൻ കൈൻഡ്, നമ്മൾ അടുത്തുമ്പോൾ പഠിക്കും. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഉബൻ വഖബാഇല ലിതഗാറഫ്. നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ലോകത്തെ വ്യത്യസ്ത ഗോത്രങ്ങളും വർഗ്ഗങ്ങളും വർണ്ണങ്ങളും ആയിട്ടുള്ള മനുഷ്യന്മാരാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. വെറുതെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ അള്ളാൻ്റെ അടുക്കൽ തീർച്ചയായും ഇന്ന വെച്ച് അള്ള പറയുന്ന കാര്യം ഉറപ്പിച്ച് പറയാ. ഇൻഡീഡ് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാൻ്റെ അടുക്കൽ ഉന്നതന്മാരാരാണ്? തഖ്വ ഉള്ളവരാണ്. തഖ്വയോടെ അതിസൂക്ഷ്മതയോടെ അപ്പോൾ ഈ തഖ്വ എന്നുള്ളതിൻ്റെ മാനദണ്ഡം നമുക്കൊന്നും വെക്കാൻ കഴിയില്ല. നിസ്കാരമൊക്കെ നമുക്ക് നോക്കാം, നിസ്കരിക്കുന്നുണ്ടോ ഓക്കെ. പക്ഷെ ഒരാളുടെ രഹസ്യ ജീവിതത്തിലേക്ക് നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റും? ഒരാളുടെ ഏറ്റവും പ്രൈവസിയുടെ അകത്ത് വരെ അയാൾ എത്രത്തോളം തഖ്വയോടാണ് കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആരെ അളക്കാൻ പോകണ്ട. നമ്മളെ തന്നെ ശരിയാക്കാൻ നമുക്ക് ഒരുപാടുണ്ടല്ലോ. നമ്മളെ തന്നെ തിരുത്താൻ നമുക്ക് എത്രയുണ്ട്. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഈ ഖുർആൻ ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ സംസാരങ്ങളിലൊക്കെ ഞാനിത് പറയുമ്പോൾ ഞാനൊരു വലിയ നല്ല മനുഷ്യൻ, നിങ്ങൾ ഈ കേൾക്കുന്ന ശ്രോതാക്കളായ നിങ്ങളൊക്കെ വളരെ മോശക്കാർ എന്ന രീതിയിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞതിൻ്റെ പോയിന്റ് മനസ്സിലായില്ലേ? നിങ്ങളിത് കേൾക്കുമ്പോൾ ഞാനെല്ലാം തികഞ്ഞ ആള്, ഇതൊക്കെ ഞാൻ കുറെ കേട്ടതാ എന്ന ധാരണ ഉണ്ടാവരുത്. അതിലപ്പുറത്തേക്ക് എനിക്കെന്തെങ്കിലും തിരുത്താനുണ്ടോ? ഇപ്പം സൂറത്തു മുനാഫിഖൂൻ ഇറങ്ങിയ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് വരെ ശക്ക് വന്നത്രേ, ഞാൻ മുനാഫിഖിൽ പെട്ടവനാണോ എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിച്ചു എന്നാണ്. അത്രത്തോളം കൽബിനെ നമ്മൾ അള്ളാഹുവായിട്ട് ബന്ധിപ്പിച്ച് നിർത്തിയിട്ട് സ്വയം വിചാരണയുടെ യാത്രയാണ് ഇത്. അള്ളാഹിൻ്റെ കലാമാണ്. അള്ളാഹ് നമ്മളോട് സംസാരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞാനെന്ത് ഭാഗ്യം ചെയ്തവനല്ലേ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ. ഈ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിൻ്റെ കലിമ, ആ കലാം നിങ്ങളോട് സംസാരിക്കാൻ ഒരു മനുഷ്യനെ അള്ളാഹു തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയല്ലേ. അൽഹംദുലില്ലാ തുമ്മ അൽഹംദുലില്ലാ. അപ്പോൾ ആ മനുഷ്യൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുകയല്ലേ, നിങ്ങളതിങ്ങനെ കേൾക്കുകയല്ലേ. നിങ്ങൾ ഏത് സംസാരം കേൾക്കുന്നത്? നിങ്ങൾ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് കേൾക്കുന്നത്. എൻ്റെ അഭിപ്രായം ഞാൻ കയറി പറയില്ല കേട്ടോ. ഏതെങ്കിലും ഒരു അർത്ഥം ആശയം വെച്ചിട്ട് എൻ്റെ ഇഷ്ടത്തെ നിങ്ങളോട് പറയാൻ അള്ളാഹു അതിൽ നിന്ന് തന്നെ കാക്കട്ടെ. നാഴുതുബില്ല. എപ്പോഴുള്ള തേട്ടവും പ്രാർത്ഥനയാണ്. ഇൽമിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സത്യം ജനങ്ങളോട് തുറന്നു പറയാൻ, ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബിഷ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നിങ്ങളോടത് തുറന്ന് പറയാണ്. അപ്പോൾ നമ്മളൊരിക്കലും മറ്റൊരാളെ നമ്മൾ ആലോചിക്കേണ്ട. തക്കവില്ലാത്തവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അയൽവാസിനെയോ സുഹൃത്തിനെയോ നമ്മളങ്ങനെ കമ്പയർ ചെയ്യാറുണ്ട്. അതൊക്കെ വിട്ടേക്കും. നമ്മൾ നമ്മുടെ വിഷയം മാത്രം ആലോചിക്കുക. ഖുർആൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഏതെങ്കിലും ഒരു ആയത്ത് കിട്ടുമ്പോഴത്തേക്ക് അത് അവനെ പറ്റിയാണ്, എൻ്റെ അയൽവാസിയായ മനുഷ്യനെ പറ്റിയാണ് നമ്മൾ വിചാരിക്കല്ലേ. നമ്മളെ തിരുത്താനുള്ള ഒരു ആത്മവിചാരണയും തസ്കിയത്തും തർബിയത്തും നമുക്കുണ്ടാവുക. അതാണ് ഇതിലൂടെ നമ്മൾ ആദ്യമായിട്ട് ലക്ഷ്യമിടുന്നത്. എപ്പോഴും ഈ മുത്തഖി എന്ന് പറഞ്ഞപ്പോൾ നമ്മളെന്താ വിചാരിക്കുക? ഓ, ഞാൻ മുത്തഖി. ഈ ക്ലാസ് എടുക്കണ ഞാൻ എന്താ വിചാരിക്കുക? ഞാൻ മുത്തഖി.
അല്ല സഹോദരന്മാരെ, അവിടെയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരിമാരും കേൾക്കുന്ന സഹോദരന്മാരോട് പറയണം, നമ്മളല്ല മുത്തഖി. അതെന്താ പറയുന്നത്? അതിങ്ങനെ പറഞ്ഞേ പറ്റൂ. നമ്മൾ മുത്തഖി അല്ല. നമ്മുടെ തഖ്വയുടെ അളവൊക്കെ വളരെ കുറവാണ്. പേഴ്സൻറ്റേജ് വെച്ച് നോക്കുക. ഇപ്പം ഞാനും നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളിൽ ഒരാൾ ഈ സംസാരത്തെ വളരെ വളരെ ശ്രദ്ധയോടുകൂടി അള്ളാഹിൻ്റെ കലാമ് പഠിക്കാനുള്ള അതിയായ ആഗ്രഹവുമായിട്ട്, അതിനൊന്നും മദ്രസ കാലഘട്ടത്തിലൊക്കെ സാധിക്കാത്തവർ വളരെ സ്നേഹത്തോടു കൂടി ഇത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സുകളിലേക്ക്, അവരുടെ മനോമുകുരങ്ങളിലേക്ക് ഈ വജിലത്ത് കുലൂബുഹും സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ അതിങ്ങനെ തിളക്കുന്ന ഈമാനുമായിട്ട്, അവരുടെ കൽബ് ഇങ്ങനെ വിറക്കുന്ന ഈമാനോടുകൂടി തക്കവയോട് അവർ കേൾക്കുന്നവരുണ്ടാവും. 100% തക്കവ സൂക്ഷ്മാലുക്കളായ മനുഷ്യന്മാരുണ്ടാവും ഇത് കേൾക്കുന്നത്. എന്നാൽ ഇത് വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടിയാണ്, ഒരു ഖുർആൻ ക്ലാസ് അല്ലേ, അത് കേട്ടേക്കാം എന്ന് വിചാരിച്ച് കേൾക്കുന്നവരുണ്ടാവാം. അപ്പോൾ ഓരോരുത്തരും തക്കവയുടെ മാനദണ്ഡം ആരുടെ നമ്മൾ അളക്കാനും പോണ്ട, നമ്മളുടേത് ഉണ്ടോ ഇല്ലേ എന്ന് ആത്മവിചാരണ നടത്തി അതിൻ്റെ പൂർത്തീകരണം, ഒരു സമ്പൂർണനായ ഒരു മുസ്ലിം ആവുക, സമ്പൂർണനായൊരു മുത്തഖിയാവുക, അതിനേക്കുള്ള ഒരു ജിഹാദാണ് ഈ ഖുർആൻ പഠനമായിട്ട്. പഠനം വെറുതെ പഠനമല്ല കേട്ടോ, ഇത് ഏതെങ്കിലും പരീക്ഷ എഴുതി പാസ്സാവാനുള്ളതല്ല. ഇത് നമ്മുടെ ജീവിതമാകുന്ന പരീക്ഷയിലേക്ക് നമ്മളെ സ്വയം തയ്യാറെടുപ്പിക്കാനുള്ള പഠനമാണ്. ഒരായത്തുനിന്ന് പഠിച്ചാൽ നാളെ അത് ഹയാത്താക്കണം. ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അള്ളാഹു അതിനെ തദബ്ബുർ ചെയ്യാൻ, ജീവിതത്തിൽ അത് പാലിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ എന്ന് നിങ്ങളോടൊപ്പം ദുആ ചെയ്തുകൊണ്ട് മൂന്നാമത്തെ ആയത്ത് എന്ന് പറയുമ്പോൾ, നേരത്തെ പറഞ്ഞല്ലോ, ഇൻട്രോയിൽ അള്ളാഹ് ക്ലിയർ കട്ടായിട്ട് കാര്യം പറഞ്ഞു. ദാലിക്കൽ കിതാബ്, ഇതൊരു പുസ്തകമാണെന്നതിൽ സംശയമില്ല. എങ്ങനത്തെ പുസ്തകം? ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖികളായ, അള്ളാഹുവെ അതിസൂക്ഷ്മമായിട്ട് ജീവിതത്തെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആകണമെന്ന് ആഗ്രഹിച്ചു ജീവിക്കുന്നവർക്കുള്ള സന്മാർഗ ദർശക ഗ്രന്ഥമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. തീർന്നല്ലോ, സംഗതി പറഞ്ഞ അള്ളാഹ്. ഇനി പഠിക്കേണ്ടവർക്ക് പഠിക്കാം, പൂട്ടി വെച്ച് പോകേണ്ടവർക്ക് പോകാം. തീർന്നിട്ടില്ല. ആ മുത്തഖിയുടെ 5 ഗുണങ്ങൾ എണ്ണി അങ്ങ് പറയാം. നമ്പർ 1, അല്ലദീന യുഅ്മിനൂന ബിൽ ബിൽ ഗൈബ്, ഗൈബിയായ കാര്യങ്ങളിൽ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് കുറച്ച് അധികമായിട്ട് പറയണം, എല്ലാം അധികം പറയാനുള്ളത് തന്നെ. നമ്മളൊരു വിഷയത്തെ പറ്റി ആധികാരികമായിട്ട് പഠിക്കുമ്പോൾ കൂടുതൽ നമുക്ക് പറഞ്ഞാലും മതിയാവില്ല. അപ്പം ഗൈബ് എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ. നിങ്ങളിപ്പോൾ എന്നെ കാണില്ല, എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം വൈഫൈ നമ്മൾ കാണുന്നില്ല, പക്ഷെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഗൈബി എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിലും നമ്മൾ കണ്ടിട്ടില്ലാത്ത അങ്ങനത്തെ കാര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ. നമ്മൾ ഒരർത്ഥത്തിൽ നമുക്കതിൻ്റെ സ്പർശനമില്ല, അനുഭവങ്ങൾ പോലും ഇല്ല. അള്ളാഹുവിനെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? അള്ളാഹിൻ്റെ വെളിച്ചം മൂസ അലൈഹി വസ്സലാം കണ്ടു, മോഹാലസ്യപ്പെട്ട് ബോധം കെട്ട് വീണ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു എന്ന അത്യത്ഭുത പ്രകാശത്തിൻ്റെ പ്രഭ, അത് നേരിട്ട് നമ്മൾ സാധാരണ നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല എന്നാണ്. കാണാൻ കഴിയില്ല. മലക്കുകളുടെ വെളിച്ചം അതുപോലെ തന്നെ, ഇബ്ലീസിൻ്റെ അങ്ങനെ തന്നെ നമ്മൾ കാണൂല, പക്ഷെ അത് ഇവിടെ കണ്ട്. ഈ ഒരു വിശ്വാസമാണ് ഗൈബിയായ. അപ്പോൾ അവർ ഗൈബിയായ കാര്യത്തിൽ ഈമാനുള്ളവരാണ്. യുഅ്മിനൂന, ഈമാനോടുകൂടെ വിശ്വസിക്കുന്നവരാണ്. യുഅ്മിൻ, ഉറപ്പിച്ച് അവർക്കറിയാം. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പാണ്. അള്ളാഹ് ഉണ്ട് എന്നുള്ള വിശ്വാസം മാത്രം പോരാ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരായിരിക്കും. മലക്കുകൾ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ പോരാ. നിങ്ങളിപ്പോൾ അവിടെ ഇരുന്നത് കേൾക്കുമ്പോൾ നിങ്ങളെ വലത്തും അടുത്ത് 2 മലക്കുകളുടെ സാന്നിധ്യമുണ്ട്, എൻ്റെ അടുത്തുമുണ്ട്. ഇതുണ്ടെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ഈമാൻ ഉറപ്പോടുകൂടെയുള്ള വിശ്വാസം ഉണ്ടാവണം. പരലോകം, ഈ ലോകം അവിടെ തീരും. നമ്മൾ ഈ ഫലസ്തീനിലൊക്കെ പൊന്നു മക്കൾ, എന്ത് 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 രസാ മക്കളെ കാണാൻ. എന്ത് ചെറിയ കുഞ്ഞു മക്കളുടെ പൂമുഖം ഇങ്ങനെ അങ്ങോട്ട് ചിതറി തെറിച്ച് രക്തത്തിൽ കുളിപ്പിച്ച് കിടത്തിയിരിക്കുന്ന കാഴ്ചകൾ, കയ്യും കാലും ഒക്കെ അറ്റ് തെറിച്ച് കിടക്കുന്ന കാഴ്ച കാണുമ്പം നെഞ്ചുള്ളവന്, കൽബുള്ളവന് എന്തൊരു പ്രയാസമാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ആവാൻ സാധിക്കുക നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മൾ നിരാശപ്പെടണ്ട. ഇൻഷാ അള്ളാഹ് സ്വർഗം അതിനധിക കാലമൊന്നുമില്ല. സ്വർഗത്തിൽ ഇപ്പം തന്നെ ഗസയിൽ ഒരു ടൗൺഷിപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അത്രയും ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഇൻഷാ അള്ളാഹ് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളോടൊപ്പം ഞാൻ ദുആ ചെയ്യാം സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ ജീവിതത്തിൽ
ആരൊക്കെയാ സ്വർഗത്തിലെത്താൻ നമുക്ക് ആർക്കും പറയാനൊന്നും പറ്റൂല. എന്നാലും ഇൻഷാ അല്ലാ അതൊക്കെ ഒരു ആഗ്രഹമാണ്. സ്വർഗത്തിലെത്തിയ റസൂലുള്ളാനൊന്ന് നമുക്ക് പോയിട്ട് കാണണ്ടേ, അല്ലേ? കാണണ്ടേ? ഇൻഷാ അല്ലാ എല്ലാവരെയും ഒന്ന് കാണണ്ടേ. എനിക്ക് എൻ്റെ ഒരു സുഹൃത്തെ ഒരു കഥ പറയാ. ഏഹ്, ഏഹ്, എന്നോട് ചോദിച്ചു, പരലോകത്ത് നമ്മൾ ഇൻ കേസ് സ്വർഗത്തിലെത്തി, അങ്ങനെ പറഞ്ഞു, ഇൻ കേസ് എന്ന് പറഞ്ഞു, എങ്ങനെയെങ്കിലും നമ്മൾ സ്വർഗത്തിലെത്തിയാൽ ആദ്യം ആരെ പോയി കാണുക? ഞാൻ പറഞ്ഞ് നമുക്ക് നബീനൊക്കെ ഒന്ന് കാണണ്ടേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് നബിനല്ല, ഓൻ കുറച്ച് ആവേശമുള്ള ആളാണ്. ഓൻ പറയുന്നുണ്ടോന്ന് വെച്ചാൽ എനിക്ക് കാണണ്ട ആദ്യം നബിനെ. ഞാൻ കാണും, എനിക്ക് കാണണമല്ലോ, ഹബീബിനെ കാണാതെ പിന്നെന്ത്. പക്ഷെ എനിക്ക് ഈ ഖാലിദ് ബിൻ വലീദിനൊന്ന് പോയിട്ട് കാണണം. എന്തായിരിക്കും ആ ഒരു മനുഷ്യന്റെ ശക്തിയും ആ ഒരു എത്ര 50ഓളം യുദ്ധങ്ങളിൽ പങ്കെടുത്തു. കാരണം ഇവന് ഈ ആവേശ കമ്മിറ്റിയാണ് ഇവന്. കാരണം ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അതൊക്കെ നമ്മൾ പഠിച്ച നമ്മുടെ രോമാഞ്ചം ഉണ്ടാക്കുന്ന ചരിത്രമാണ്. ഒറ്റയ്ക്ക് 10 പേരെ വരെ ഒരുമിച്ച് നേരിടാൻ ശേഷിയുള്ള ഒരു ശത്രു ഭയപ്പെടുന്ന സൈന്യാധിപൻ ഖാലിദാണെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒന്ന് വിറ ഉണ്ടാവുന്ന ഒരു പേടി ഉണ്ടാവുന്ന അത്രയ്ക്കും വലിയ സർവ്വ സൈന്യാധിപൻ. അപ്പോൾ ഇവരൊക്കെ ഒന്ന് കാണണ്ടേ നമുക്ക്. എന്നിട്ട് അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, രസകരമാണ്, അതൊക്കെ ജോക്കാണ്, തമാശയാണ്. എന്നിട്ട് അവൻ പറയാണ്, ഇൻ കേസ് എന്നെ നരകത്തിലിടുകയാണെങ്കിലും ഞാൻ അള്ളഹാനോട് പറയും എൻ്റെ എല്ലാ നന്മയും എടുത്തോളൂ, പിന്നെ ഒരു കുറച്ച് നേരം ഒന്ന് ഇവരൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ നരകത്തിൽ പോയിക്കോളാം. ഇതിനെ അങ്ങനെ പറയാം, സാധുവാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവനതൊക്കെ പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം കിടക്കുകയാണല്ലോ. ഇൻഷാ അല്ലാ പരലോകം ഉണ്ടാവും, മീസാനുണ്ട്, വിചാരണുണ്ട്, ഹിസാബുണ്ട്. ഇവിടെ എല്ലാ കളിയും ആരും കാണാതെ നമ്മൾ കളിക്കുന്ന എല്ലാ കളികളുടെ പിന്നിലും ആരും അറിയില്ലെങ്കിലും എല്ലാം അറിയുന്നവൻ അള്ളാഹുവായിട്ടൊരുവനുണ്ട് എന്ന ബോധം, ആ ഗൈബിയായ അദൃശ്യനായ റബ്ബുൽ ഇസ്സത്ത് എല്ലാം അറിയുന്നുണ്ട്. അവൻ്റെ മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കണം, അവനെ നേരിട്ട് എനിക്ക് കാണണം. ഈ ഈ ഒരു വിശ്വാസങ്ങൾ, ഈ ഒരു ഈമാൻ കാര്യങ്ങൾ നമ്മൾ എണ്ണി പറയുന്ന 6 കാര്യമല്ലേ ഇതന്നെ. ആ 1 മുതൽ 6 വരെയുള്ളത്. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകൾ, കിതാബുകളിലുള്ള വിശ്വാസം. കിതാബ് എന്ന് പറഞ്ഞാൽ എല്ലാ കിതാബും വരും കേട്ടോ. അത് ഞാൻ തുടർന്ന് അടുത്ത ആയത്തിൽ വരുന്നതുകൊണ്ട് ഞാനത് ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ആ ഒരു ഗൈബിയായ അദൃശ്യമായ കാര്യങ്ങളിൽ അതിശക്തമായിട്ട് അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഖദറിലുള്ള വിശ്വാസം. എല്ലാ കാര്യങ്ങളും ദുനിയാവിൽ സംഭവിക്കുന്നത് ബിഇദ്നില്ല, അള്ളാഹിൻ്റെ തീരുമാനപ്രകാരം. പിന്നെ നമ്മൾ എന്തിനാ സങ്കടം? നമ്മൾ പറയും, ഞാനിപ്പോൾ നിങ്ങളെ മാതിരിയൊക്കെ ഒരു മനുഷ്യനാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കരയേണ്ടി വന്നിട്ടുണ്ട്. വല്ലാതെ എപ്പോഴാ അള്ളാഹുവേ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തതൊക്കെ നമ്മൾ ചോദിച്ചു പോകും. നമ്മുടെ ദുർബലമായിട്ടുള്ള ഈ മാനസിക അവസ്ഥയിൽ നമ്മളൊക്കെ ചോദിച്ചു പോകും. പക്ഷേ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. കാരണം ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോഴും, കാരണം നമ്മുടെ ജീവിതത്തിൽ തരുന്ന അള്ളാഹു തരുന്ന പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, അതിലൊക്കെ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. കാരണം അത് അള്ളാഹ് തരുന്നതാണ്, രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക. ഇതിനില്ല, ഖദ്ദർ അള്ളാഹിൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒന്നാമത്തേത് ഗൈബിയായ കാര്യങ്ങളിലുള്ള അടിയുറച്ച വിശ്വാസം, കർമ്മം. രണ്ടാമത്തേത് വയുഖീമൂന സ്വലാത്ത്. ഇവിടെ ഒന്നിക്ക് കുറച്ചുകൂടെ അധികം പറയാനുണ്ട്. ഈ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ അങ്ങ് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് സ്വലാത്തിനോടുള്ള സമീപനം. ഞാൻ കുറച്ച് ഒരു 10ഓളം കാറ്റഗറി ആക്കിയിട്ട് നിസ്കാരക്കാരെ മാറ്റാൻ പോവാണ്. നിങ്ങൾ ഏതാന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഏതാന്ന് ഞാനും ആലോചിക്കാം. ജീവിതത്തിന്റെ നമ്മുടെ ലൈഫിനെ നമുക്കൊരു 3 കഷ്ണമാക്കി മാറ്റാം. ഒന്ന്, ഒരു ആദ്യത്തെ ഒരു 20 വർഷം, പിന്നെ രണ്ടാമത്തെ 20 വർഷം, മൂന്നാമത്തെ 20 വർഷം. ഇതിൽ അള്ളാഹുവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത് ആദ്യത്തെ 20 വർഷമാണ്. ചിലർ രണ്ടാമത്തെ 20 ചെയ്യും, അത് വേറെ വിഷയം. അപ്പോൾ ഈ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും അധികം തെറ്റുകളൊക്കെ കുറവായിരിക്കും പൊതുവെ. ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ആ വൺ നമ്മുടെ ശരീരത്തെ പറ്റി തന്നെ നമുക്കൊരു ബോധമൊക്കെ ഉണ്ടായി. ഇത് ഇനി അധികം ഓടൂല, ഇത് ഒരു മടക്കയാത്ര, തിരിച്ചുപോക്ക് തുടങ്ങിയിട്ടുണ്ട് സംഭവം. ഞാന് വൈകാതെ ഒരു 10-20 കൊല്ലത്തിൻ്റെ ഉള്ളിൽ കുഴിയിലേക്ക് അങ്ങ് എന്നെ എടുക്കാൻ പോവാണ് എന്നൊരു ബോധം ഒരു 40 വയസ്സാകുമ്പോഴേ ആ പക്വതയിലേക്ക് ഒരു മനുഷ്യനെത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകത്വം കിട്ടുന്നത്. അതുവരെ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കാമായിരുന്നു, അള്ളാഹ് കൊടുത്തിട്ടില്ല. അതൊരു പക്വതയുടെ പൂർത്തീകരണം കൂടിയാണ്, ബുലൂഗത്ത് എന്നൊക്കെ പറയല്ലോ. അപ്പൊ നിസ്കാരക്കാരെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക. ചില ആളുകൾ അത്ര വലിയ ദീനീ പാരമ്പര്യത്തിലോ അല്ലെങ്കിൽ ദീനീ പാരമ്പര്യത്തിലാണെങ്കിലും
അങ്ങനെയൊന്നും നിസ്കാരവുമായിട്ട് വലിയ ബന്ധപ്പെടാതെ ജീവിതത്തിൻ്റെ കുട്ടിക്കാലം LP സ്കൂള്, UP സ്കൂള്, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, ഗ്രാജുവേഷൻ, PG, അങ്ങനെ അങ്ങനെ പഠിച്ച് 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 ജോലി കാര്യങ്ങൾ എല്ലാ കളികളും കളിച്ച് എല്ലാ ഹറാമിയത്തിലും ഉൾപ്പെട്ട് അങ്ങനെ അങ്ങ് ജീവിച്ചു പോകും. പിന്നെ ജോലി കിട്ടി, ഒരു വിവാഹമൊക്കെ കഴിച്ച് പിന്നെയാണ് ഇയാൾക്ക് ബൾബ് കത്തുക. മനസ്സിലായില്ലേ? ഇത് സ്ത്രീയെയും സഹോദരിമാരുടെ വിഷയമാണെങ്കിലും അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയപ്പോൾ പിന്നെയാണ് ഒരു ഖുറാനെ പറ്റി പഠിക്കാനും ദീനിയായിട്ടുള്ള ഒരു അടുപ്പ് പിന്നെ എങ്ങനെ പശ്ചാത്തപിക്കുകയാണ്, തൗബ ചെയ്യാണ്. പഠിച്ചോനെ, ഞാൻ കുറേ എൻ്റെ ജീവിതം അങ്ങനെയൊക്കെ തീർത്തല്ലോ, ഇനിയുള്ള കാലമെങ്കിലും 5 വക്ത് നിസ്കരിച്ച് നല്ലൊരു മനുഷ്യനാവാം. അതാണ് ഒരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി ഒരു 10-40 വയസ്സ് വരെ എല്ലാ കളികളും എല്ലോ ഹറാമായ സമ്പത്തൊക്കെ ഉണ്ടാക്കി ഏതൊക്കെ വഴിയാണെന്നറിയില്ല, ആരൊക്കെ പറ്റിച്ച് എന്തൊക്കെയോ ചെയ്ത് നാവിന് കൺട്രോൾ ഇല്ല, കണ്ണിന് കൺട്രോൾ, എല്ലാ ഹറാമിയത്തും ചെയ്തിട്ട് ജീവിച്ച ഒരാൾ 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കാണ്, പടച്ചോനെ ജീവിതം കഴിഞ്ഞല്ലോ, തീർന്നല്ലോ ജീവിതം. പിന്നെ അങ്ങോട്ട് ഒരു ഭയങ്കര ഒരു ഇതുവരെ ഇല്ലാത്ത ദീനായിരിക്കും. മനസ്സിലായില്ലേ? ഇതുവരെ ഇല്ലാത്ത ദീൻ എന്ന് പറഞ്ഞാല് പിന്നെ എല്ലാം കൂടെ പിന്നെ എല്ലാം എക്സ്ട്രീം ലെവലിലാണ്. താടി നീട്ടലും, മീശ വടിക്കലും, ആണുങ്ങളെ കാര്യം പറയാം, തൊപ്പി വെക്കലും, തലയിൽ തലയെക്കെട്ടുണ്ടാക്കലും, അല്ലെങ്കിൽ ഉമ്രക്ക് പോകലും. പിന്നെ അങ്ങോട്ട് ഇയാള് എടുക്കാനല്ല വീട്ടിൽ പിന്നെ ഒരുത്തനും വീട്ടിലെ മക്കളൊക്കെ അങ്ങോട്ട് അടക്കി ഭരിച്ച് അപ്പം ഈ മക്കള് ഈ മനുഷ്യന് ഈ മക്കളുടെ കാലത്തൊക്കെ കളിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ മക്കളൊന്നും ഒന്നും കളിച്ചിട്ടില്ല, അത്രക്കും ഇയാൾ കളിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും അധിക്ഷേപിക്കല്ല, അങ്ങനെയൊക്കെ തിരിച്ചു വരട്ടെ, എല്ലാവരും തിരിച്ചു വരാം, എല്ലാവർക്കും സ്പേസ് ഉണ്ട് ഇസ്ലാമിൽ. തൗബ അള്ളാഹു സ്വീകരിക്കും തീർച്ചയാണ്, ഇൻഷാ അള്ളാഹ്. പക്ഷേ ഞാൻ പറയുന്നത് ഇതൊരു കാറ്റഗറിയാണ്. മൂന്നാമത്തേത്, ഈ കാറ്റഗറിയിലാണ് അധിക മനുഷ്യരുള്ളത്. നല്ലൊരു ശതമാനം ആളുകളിൽ നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരാ. അപ്പോൾ ജീവിതത്തിൽ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. മറ്റൊരു കാര്യം, ഒരു തമാശ പറയാം. പിന്നെ ഒരിക്കലും ഒരു പള്ളിയിൽ ഞാൻ വളരെ തിരക്കിട്ടിട്ട് യാത്ര പോവാണ്. അപ്പോൾ യാത്ര പോകുമ്പോൾ നമുക്ക് പല എഴുതറുകളുണ്ട്. അതായത് നമുക്ക് ജമ്മ ചെയ്യാം, ഒരു നിസ്കാരത്തെ അടുത്ത നിസ്കാരമായിട്ട് ബന്ധിപ്പിക്കാം, അല്ലെങ്കിൽ നേരത്തെ നിസ്കരിക്കാം. എന്തായാലും നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ബൈക്കിലാണ് യാത്ര പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ മഴയൊക്കെ ഉള്ള സമയം ബുദ്ധിമുട്ട് തന്നെയാണ്, ഒരു പള്ളിയിൽ നിർത്തി നിസ്കരിക്കുക എന്നുള്ളൊരു പ്രയാസം തന്നെ. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, നമ്മളൊരു യാത്രക്ക് പോകുമ്പോൾ നിസ്കരിച്ചു പോയാൽ ആ യാത്രയിൽ വലിയ ബർക്കത്താവുന്നത് തരും. എൻ്റെ ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾ വേണേൽ ചെയ്തു നോക്കും. എത്ര തിരക്കുണ്ടല്ലോ എവിടെന്നെങ്കിലും നിങ്ങളൊന്ന് ഒരു നിസ്കാരത്തെ നമുക്ക് 5 മിനിറ്റ് അല്ലേ വരുന്നുള്ളൂ. ദിക്റയിൽ ഇരിക്കൊന്നും വേണ്ട, ഫർദായ കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് നിങ്ങൾ സലാം വീട്ടിട്ട് എണീറ്റ് പോരും. എന്നിട്ടൊന്ന് നിങ്ങൾ യാത്ര ചെയ്ത് നോക്കും, എന്തൊരു രസമായിരിക്കും എന്നറിയാം. നമ്മുടെ യാത്രയിൽ എല്ലാ തടസ്സങ്ങളും അള്ള അങ്ങനെ നീക്കി തരും. എന്നാലാവട്ടെ ചില ആളുകൾ പറയും, നമുക്ക് അള്ളാഹു തന്ന ഉസ്റല്ലേ, നമുക്ക് അവിടെ പോയിട്ട് നിസ്കരിച്ചാൽ പോരെ. അങ്ങനൊന്നും അല്ല. പണ്ടൊക്കെ ആണേ ഓക്കെ, ഇപ്പൊക്കെ എല്ലായിടത്തും സംവിധാനങ്ങൾ. അപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ പമ്പിലൊക്കെ പള്ളിയുണ്ട്, പെട്രോൾ പമ്പുകളിലൊക്കെ പള്ളിയുണ്ട്, നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ ഇടങ്ങളിലൊക്കെ പള്ളികളുണ്ട്. ഇത്രയും ഫെസിലിറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ ഇപ്പോൾ നാട്ടിലും പള്ളികളൊക്കെ നല്ല എയർ കണ്ടീഷൻഡ് പള്ളികൾ, നല്ല സൗകര്യങ്ങളോടെ ആ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ. പണ്ടൊക്കെ ഒരു കാലത്ത് സ്ത്രീകൾക്ക് സൗകര്യം ഇല്ലാത്ത പള്ളികളായിരുന്നു, ഇപ്പം എല്ലായിടത്തും സ്ത്രീകൾക്കും നിസ്കരിക്കാൻ സൗകര്യമായി. എന്നിട്ട് നിസ്കരിക്കാത്തവരുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ പള്ളിയിൽ കയറിയിരുന്നു. അപ്പം ഉണ്ട് ഒരു 10-60 വയസ്സായ ഒരാൾ. അയാൾ ഇങ്ങനെ വന്ന് അടുത്തിരുന്നിട്ട് പിന്നെ ഞാൻ എണീറ്റ് പോവാ, സലാം വിട്ട് എണീറ്റ് പോവാ, കൈ പിടിച്ചിട്ട് എടാ, റവാത്തിബ് സുന്നത്തുകൾ. നമ്മൾ സുന്നത്ത് കാണാത്ത ആളൊന്നുമല്ല, അഹങ്കാരവും ഇതൊന്നും പറയല്ല, ആ സാഹചര്യത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. റവാത്തിബ് സുന്നത്തുകളുണ്ട്, അത് നമ്മൾ നിസ്കരിക്കണം, ഇങ്ങനെ പെട്ടെന്ന് എണീറ്റ് പോകരുത്. അയാളെ സംസാര ശൈലി തന്നെ എനിക്ക് ഇഷ്ടായില്ല. ഉപദേശിക്കായിരുന്നു, ഉത്ബോധിപ്പിക്കുക, പക്ഷെ നമ്മൾ കൽപ്പിക്കരുത്, നീ അവിടെ ഇരിക്കടാ നിസ്കരിക്കടാ എന്ന രീതിയാണ് അയാളെ സംസാരം. അപ്പൊ ഞാൻ അയാൾ ചോദിച്ചു, "ആ, കാക്ക, നിങ്ങൾ ഒരു 25 വയസ്സിലൊക്കെ നിങ്ങൾ എന്തായിരുന്നു ചെയ്തിരുന്നത്?" അപ്പോൾ അയാളെ പെട്ടെന്ന്, അയാൾ 10-60 വയസ്സുള്ള ആളാണ്, നല്ല പ്രായമുണ്ട്. ആൾ 25-ാം വയസ്സിലേക്ക് അയാൾ പെട്ടെന്ന് കുറച്ച് ടൈം എടുത്തു അയാൾ ഇങ്ങനെ ആലോചിക്കാൻ. ഇങ്ങനെ ആലോചിച്ച് ഞാൻ പറഞ്ഞു, ആ കാലത്തൊക്കെ നിങ്ങൾ നിസ്കരിക്കലുണ്ട്? ഇല്ല, ഞാൻ നിസ്കാരം ഇപ്പോൾ ഈ പറഞ്ഞ തേർഡ് കാറ്റഗറിയാ, 40-ന് ശേഷം ഒന്ന് ആക്റ്റീവ് ആയത്. അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് എൻ്റെ വാപ്പ പള്ളി ഇമാമായിട്ടും പിന്നെ എനിക്ക് ആ ഒരു ഓറിയൻറ്റേഷൻ കിട്ടിയോണ്ടാണ് ഞാൻ ഈ ഹിദായത്തിൽ വന്നത്. അള്ള തന്ന ഒരു അത് മാത്രമെന്നല്ല, അതൊരു ഘടകമാണ്. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിലെ ഉപ്പ നിസ്കരിക്കുന്നു, ഉപ്പ നിസ്കരിക്കാത്ത ഒരു ഉപ്പാനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ അത് ഒരു 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 പ്രധാനപ്പെട്ട കാര്യമാണല്ലോ.
ഇപ്പം മദ്രസയിൽ നിന്ന് ഉസ്താദ് എത്ര പഠിപ്പിച്ചിട്ട് കാര്യമില്ല. മക്കള് പറയുന്ന ബാപ്പാടെ വെട്ടിയിട്ട തടി കഷ്ണം പോലെ എന്ന് പറഞ്ഞാൽ ബാപ്പാടെ കടന്നുറങ്ങുക, സുബൈക്ക് കടന്നുറങ്ങുന്ന, ഇശാക്ക് നിസ്കരിക്കുന്നില്ല, നിസ്കരിക്കും. പിന്നെ ബാപ്പാക്കില്ലാത്തൊരു ദീൻ എന്തിനാന്ന് മക്കൾ ചിന്തിക്കൂലേ? പക്ഷെ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് എനിക്ക് സംഭവിച്ച എൻ്റെ ജീവിതത്തിൽ അൽഹംദുലില്ലാ ഞാനതിൽ അള്ളാഹിനോട് ശുക്ർ ചെയ്യുന്നവനാണ്. പക്ഷേ എൻ്റെ അവസ്ഥ അതെ, 5 വക്ത് നിസ്കരിക്കുന്ന ആ കുട്ടിക്കാലത്തും ആ ചെറുപ്പത്തിലും കോളേജ് ലൈഫിലൊക്കെ നിസ്കരിക്കുന്ന ആളാണ്. എൻ്റെ ഫضല് മഹത്വം പറയല്ലേ നിങ്ങളോട് ഈ സംഭവത്തെ പറയാം. എന്നിട്ട് ഞാൻ ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ എങ്ങനെ അയാൾ അങ്ങനെ നിസ്കരിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ചില നിസ്കരിക്കുന്നെങ്കിലും ഇല്ലേ, നിങ്ങളെ പ്രായമൊക്കെ എത്തുമ്പോൾ ഞാൻ ആ നിസ്കാരമൊക്കെ നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞ ഒന്ന് കുറച്ചൊന്ന് സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അസുഖം എവിടെ കിടക്കണ അറിയോ? നമ്മളൊന്നും നമ്മുടെ ഹൃദയങ്ങളിലേക്കല്ല നോക്കുന്നത്. നമ്മളൊരു തരം അസൂയ രീതിയിലാണ് മറ്റുള്ളവർ, ഒരുപക്ഷെ നമ്മുടെ മക്കളിലും കുടുംബക്കാരിലും സുഹൃത്തുക്കളിലും ഒക്കെ നമ്മൾ ഈ ഒരു കാഴ്ചപ്പാട്, നമ്മളൊന്നും സ്നേഹം കൊണ്ട് അല്ലെ ഓൽക്കൊക്കെ സ്വർഗം കിട്ടിക്കോട്ടെ എന്നുള്ള അങ്ങനെയൊക്കെ ഉള്ളവർ വളരെ ഇഖ്ലാസോടുകൂടി സംസാരിക്കുന്നവരുണ്ടാവും. പക്ഷെ അതൊന്നുമല്ല. ഞാനൊക്കെ ഈ 5 നേരം പള്ളിയിൽ മോനാടെ കിടന്നുറങ്ങിയേ ആ ഒരു തരം അസൂയയുടെ സ്വഭാവത്തിലാണ് ഇങ്ങനെയുള്ള ചിന്തകളും ചോദ്യങ്ങളൊക്കെ വരുന്നതിൻ്റെ ഒരു വശം. അപ്പോൾ പലതരം നിസ്കാരക്കാർ കൂടുമ്പോ വെള്ളിയാഴ്ച മാത്രം, ഈ ബംഗാളികളൊക്കെ അങ്ങനെ വെള്ളിയാഴ്ച മാത്രം ഒന്ന് പള്ളിയിൽ പോകും. പിന്നെ അതുപോലെ തന്നെ കൊല്ലത്തിൽ റമദാനിലൊന്നും ഇങ്ങോട്ട് ആക്റ്റീവായിട്ട് എന്തോ ഒരു നിസ്കാരമാണ് റമദാനിയുകളും. അല്ല, അപ്പോൾ റമദാനിൽ മാത്രമാണ് ഇതുള്ളതെന്ന് തോന്നിപ്പോവും അവരൊക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ. എന്തൊരു തിരക്കാണ് പള്ളിയിൽ. റമദാൻ കഴിഞ്ഞാൽ അടുത്ത മാസം ആരും കാണില്ല. പെരുന്നാളുടെ അന്ന് തന്നെ ആരും ഉണ്ടാവില്ല പള്ളിയിൽ. ഒരു ശൂന്യമായി ബൈ ടാറ്റ പറഞ്ഞ പോലെയാണ്. അങ്ങനെയൊക്കെ ആളുകൾ നിസ്കാരക്കാർ പല വകയുണ്ട്. പക്ഷെ യഥാർത്ഥ നിസ്കാരക്കാരാരാണ്? അവർ മരിക്കണത് വരെ യുഖീമൂന സ്വലാത്ത്, യുഖീമൂന എന്നുള്ള വാക്കാണ് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിലനിർത്തുന്ന, കണ്ടിന്യൂസ് ആയിട്ട്, ദായിമൂൻ എന്ന് മറ്റൊരു ആയത്തിൽ പറഞ്ഞത്, സ്ഥിരമായി അവരുടെ സ്വലാത്ത് സ്ഥിരമായി മുറ തെറ്റാതെ അത് കൊണ്ടു നടക്കുക. അങ്ങനെ കൊണ്ടു നടക്കുന്നവർക്ക് അവർക്കേ സാധിക്കുള്ളൂ മുത്തക്കിയാവാൻ. അതാണ് അതിൻ്റെ പ്രശ്നം. നിങ്ങൾ ആലോചിക്കുക, എന്തൊക്കെ ഹറാമിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് തുറക്കാൻ കഴിയുമോ നമുക്ക്? ഈ നമ്മുടെ മൊബൈൽ ഒന്ന് ടച്ച് ചെയ്ത് ഏതെങ്കിലും ഒരു വിഷ്വൽ എടുക്കാൻ കഴിയുമോ? യൂട്യൂബ് തുറക്കാൻ പറ്റുമോ? ഇൻസ്റ്റ തുറക്കാൻ പറ്റുമോ? എന്തൊക്കെയാ ഈ കാണുന്നത്? എന്തൊക്കെ ഹറാമിൻ്റെ ഇടയിലൂടെയൊക്കെ നമ്മൾ ജീവിക്കണത്? അതിനൊക്കെ നമ്മുടെ മനസ്സിനെ, കൽബിനെ പിടിച്ചു നിർത്തണമെങ്കിലേ നിസ്കാരം എന്ന് പറയുന്ന, നിസ്കാരത്തെ പറ്റിയും ഖുർആൻ പറഞ്ഞത് തെറ്റുകളിൽ നിന്ന് നമ്മളെ തടയാനുള്ള പരിചയമാണെന്നാണ്. അശ്ലീലമായ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ, ശരിയാണ്. കാരണം നിങ്ങൾ ആലോചിച്ച ഒരു 24 hours നമുക്ക് ആകെയുള്ളത്, രാവും ഒരു പകലും ഒരു ദിവസം. അതിൽ നമ്മൾ സുബ്ഹയ്ക്ക് എണീക്കണ നിസ്കാരത്തോടു കൂടിയാണ്. അത്രയും നേരത്തെ അള്ളൊരു നിസ്കാരം അവിടെ വെച്ചിരിക്കുന്നത്. ആലോചിക്കുക, എന്തുമാത്രം മനുഷ്യനെ അറിയുന്ന അള്ളയാണ് ഈ സംവിധാനം ഉണ്ടാക്കി അതിരാവിലെ നമ്മൾ നിസ്കരിക്കണം. അപ്പോൾ അങ്ങനെ നിസ്കരിക്കണതിൻ്റെ മുമ്പ് നമ്മൾ കഴിഞ്ഞിട്ട് നമ്മുടെ ജഡികമായ താല്പര്യമാണല്ലോ ഈ ഉറക്കം, പിന്നെ മടി. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പൊതുവെ മടിയനാണ്. ഞാനും മടിയനാണ്, നിങ്ങളും മടിച്ചാണ്, മടിയനാണ്. ഓക്കെ, അപ്പോൾ സ്ത്രീകളാണ് മടിച്ചാണ്. ഇത് നമ്മൾ പൊതുവേ മടിയന്മാരാണ്. നമുക്കൊരു കാര്യം ചെയ്യാതെ എവിടെയെങ്കിലും കാല് നീട്ടി കിടക്കാൻ പറ്റിയ നമ്മൾ അതിന് പറ്റുമെങ്കിൽ അത് നോക്കുന്നവരാണ് നമ്മളൊക്കെ. ഓക്കെ, അങ്ങനെ ഈ ഒരു മടി, ഈ ഒരു അലസതയിൽ നിന്ന് നമ്മളെ എണീപ്പിക്കുന്ന സുബ്ഹ് ബാങ്ക്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. അതിപ്പോൾ നേരം വൈകി ഉറങ്ങാനാണെങ്കിൽ എന്തായാലും നിങ്ങൾ എണീറ്റോളണം, അതാണ് കൽപ്പന അല്ലേ? അപ്പോൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം, എണീക്കണ്. ആ എണീക്കുമ്പോൾ വെറുതെ എണീറ്റാൽ പോരല്ലോ, നമുക്ക് ഉളു എടുക്കണം. ഉളു എടുക്കണേ നമ്മൾ പോയിട്ട് വെള്ളം തൊടണം. വെള്ളം തൊടാൻ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിലുള്ളത് മലമൂത്ര വിസർജനമൊക്കെ അവിടെ നടക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് ഹെൽത്തിയായി ആരോഗ്യം അവിടെ ഉണ്ടാവുന്നുണ്ട്. കാരണം ഇത് കൂടുതൽ സമയം ബാത്റൂമിൽ പോകാതെ കിടന്നുറങ്ങുന്നവന് ഗ്യാസ് നിറയും, വയറ് സംബന്ധമായ അസുഖങ്ങളുണ്ടാവും. ഓവർ ടൈം അങ്ങനെ കിടക്കാൻ പറ്റില്ല. അത് ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അപ്പം ഇത്ര സമയം അങ്ങനെ കിടന്നുറങ്ങണ്ട, നിങ്ങൾ എണീക്ക്. ഖുറാൻ്റെ മറ്റൊരു ഭാഷ പറഞ്ഞാൽ രാത്രിയുടെ പകുതി ഉറങ്ങിയാൽ മതി എന്ന് ഒരു വാക്ക്. ഓക്കെ, അപ്പോൾ ആ പകുതി രാത്രി അല്ലെങ്കിൽ ആ സമയം ഉറങ്ങിയിട്ട് എന്നിട്ട് നമ്മൾ എണീറ്റ് സുബൈക്ക്, പിന്നെ അതോട്ട് പിന്നെ നമ്മൾ ആക്റ്റീവായി പിന്നെ ഒന്ന് കിടന്നുറങ്ങുന്നവരും ഉണ്ട്, അത് വേറെ വിഷയം. പക്ഷേ ആ ഉറക്കം നമുക്ക് മാറി. പിന്നെ എനിക്ക് അൽഹംദുലില്ലാ എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ ആലിമീങ്ങളുമായിട്ട് നിരന്തരമായിട്ട് ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ വലിയ വലിയ പണ്ഡിതന്മാർ, ഒരുപാട് പാണ്ഡിത്യമുള്ള ആളുകൾ, അവരുമായിട്ട് നിരന്തര ഇടപെടലുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം അവരുടെ കൂടെ യാത്ര ചെയ്യാനും താമസിക്കാനൊക്കെ ഭാഗ്യമുണ്ടായ സമയത്ത് ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് പിന്നെ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ദീനിനു വേണ്ടിയിട്ട് വലിയ സംഭാവനകൾ തന്നിട്ടുള്ള ഈ പണ്ഡിതന്മാരുണ്ടല്ലോ, ഇവരൊക്കെ ഇവരുടെ ജീവിതം തുടങ്ങുന്നത് ഈ ഒരു 4 മണി സമയത്താണ്.
ഒരു 4 മണി സുബഹിന് മുമ്പേ അവരുടെ ജീവിതം തുടങ്ങുന്നുണ്ട്. ഇവർ മാത്രമല്ല, ഞാൻ അതുപോലെ തന്നെ കുറേ IAS ഓഫീസേഴ്സ്, കുറേ തന്നെ ഞാൻ പറയാം, IPSകാർ, അവരുടെയൊക്കെ ലൈഫുമായിട്ട് അടുത്തിടപഴകാൻ അൽഹംദുലില്ലാ എൻ്റെ ജീവിതത്തിലൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. ആ അവസരങ്ങളിൽ ഞാൻ അവരെ പറ്റി പഠിച്ചു. ഞാനൊരു ദിവസം 4 മണിക്ക് എണീറ്റിട്ട് എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പണ്ട് ഈ വാട്സപ്പൊക്കെ വരുന്നതിൻ്റെ മുമ്പ് മെസ്സേജ് ചെയ്തു. മെസ്സേജ് ചെയ്ത് എല്ലാവർക്കും മെസ്സേജ് പോയി ഇദ്ദേഹം 4 മണിക്ക് എനിക്ക് റിപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? കമ്മീഷണറാണ്, ACP ആണ്. അവൻ പറഞ്ഞു ജിമ്മിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, 4 മണിക്ക് നിങ്ങൾ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുമോ? അതെ. എന്ന് വെച്ചാൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയവർ ഇത്രയും നേരത്തെ എണീറ്റിട്ട് അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പം ഇത് വലിയൊരു പാഠമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇപ്പം നമുക്കൊരുപാട് എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ, ആಮೇಲೆ അത് ഈ ലൈഫിലാണെങ്കിലും പരലോകത്തേക്കാണെങ്കിലും നമ്മൾ ഈ സമയത്ത് എണീക്കണം. സൂര്യോദയത്തിന് മുമ്പ് നമ്മൾ ഉണർന്നിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. സൂര്യൻ്റെ വെളിച്ചം കണ്ടിട്ടല്ല നമ്മൾ എണീക്കേണ്ടത്. അത് ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ മക്കൾ മുതൽ നമ്മൾ അങ്ങനെ ശീലിച്ചാലേ നമുക്ക് സാധ്യമാവുള്ളൂ. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ മാറാൻ കഴിയില്ല, മാറണം. എന്നാലാവട്ടെ ഗൾഫിലൊക്കെ പ്രവാസികളുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ അവരെ ഓർത്തുകൊണ്ടാണ് പോണത്. നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നവരും പ്രയാസമുള്ളവരൊക്കെ ഉണ്ട്. അവരെല്ലാം ഉദ്ദേശിച്ചത് അവർ സുബഹിക്കുന്നാലും അവർക്കും സുബഹിക്ക് അവർ അഴുതറില്ല കേട്ടോ. സുബഹി നമ്മൾ എങ്ങനെയെങ്കിലും ആ സമയത്ത് എണീറ്റ് നിസ്കരിച്ചിട്ട് പിന്നെ നിങ്ങൾ പ്രയാസമുള്ളവർ ഉറങ്ങിക്കോളൂ, ഉറങ്ങണ്ടെന്നല്ല, എന്നാൽ വർക്കത്ത് ഉറങ്ങാതെ ആ സമയം ഒന്ന് ചിലവഴിച്ചിട്ട് പിന്നെ ഉറങ്ങുന്നതാണ്. ആ സൂര്യൻ ഉദിക്കുന്ന ആ സമയം വളരെ പുണ്യമുള്ളതാണ്. ആ സമയം ദിക്റുകളും ഖുറാനും ഒക്കെ ആയിട്ട് ഇടപഴകിയിട്ട് പിന്നെ ഉറങ്ങുന്നതാണ് നല്ലത്, ഹൈർ. അങ്ങനെ ഉറക്കം നിർബന്ധമുള്ളവർ, അല്ലാത്തവർ ഈ പറഞ്ഞ സ്വഭാവത്തിൽ. അപ്പോൾ യുഖീമൂന സ്വലാത്ത സുബൈ. പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ആയി ബിസിനസ്സും, പിന്നെ ബിസിനസ്സിൻ്റെ ഏറ്റവും പീക്ക് ടൈമാണ് ഈ ളുഹുറോട് കൂടി എന്ന് പറയുമ്പോൾ ഉച്ചൻ്റെ സമയമായി. ഒരു 12-12:30 നമ്മൾ രാവിലെ തുടങ്ങിയ ബിസിനസ് ഒരു ഒരു ടൈം എത്തി. ആ ഒരു ടൈം എത്തുന്ന സമയത്തേക്ക് അടുത്ത ബാങ്ക് കൊടുക്കുക. സുബൈ ടു ഇത്ര സമയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ ടൈമേ ഉള്ളൂ. ആ ടൈം പീരീഡിൻ്റെ ഇടയിൽ അടുത്ത ബാങ്ക്. ഒരു മനുഷ്യൻ തെറ്റിലേക്കൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ഉഷാറായി നിൽക്കുമ്പോഴത്തേക്ക് അടുത്ത ബാങ്ക് കൊടുത്തു. ഇനി ഇൻഷാ അല്ലാ ഞാൻ പോയിട്ട് നമസ്കാരം. അപ്പം എന്താ നിസ്കാരം, കൽബ് തട്ടി ഫാത്തിഹ ഒക്കെ ചൊല്ലി വജ്ജത്തു അള്ളാഹുമ്മ ബഅദ് ബനിയോ അല്ലെങ്കിൽ സനയ്യ എന്താവട്ടെ നിങ്ങൾ ചൊല്ലുന്നത് ചൊല്ലി പടച്ചവൻ്റെ മുമ്പിൽ ഫേസ് ചെയ്തിട്ട് ഇന്ന സ്വലാത്തി വനസുക്കി വമഹിയായ വമമാത്തി ലില്ല വജ്ജത്തു ഇൻഷാ അല്ലാ. ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് വിശദമായിട്ട് പറയാം ഇൻഷാ അല്ലാ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് അള്ളാഹിൻ്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ, മനസ്സാക്ഷിയുടെ ഒരു തരി ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ വീണ്ടും അസറിന് അതേ പ്രോസസ്സ്. മഹരിബിന്, മഹരിബ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഒരു പേടി കൂടി വരുന്ന ഒരു സമയമാണ് അത്. രാത്രി ഇങ്ങനെ അങ്ങോട്ട് പകലിനങ്ങോട്ട് കവർന്നെടുത്ത് രാത്രി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഒരു ഭയവും തക്കവയൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ്. സുബൈ പോലെയല്ല, സുബൈ വെളിച്ചത്തിലേക്കുള്ള ഒരു വരവാണല്ലോ, രാത്രിയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ കൂടും മഹരിബിന് പള്ളിയിൽ. മാത്രമല്ല ആളുകളൊന്ന് ഫ്രീ ആവുന്ന സമയമാണ്. അപ്പം മഹരിബ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഇഷ, ഞാൻ അതിൻ്റെ അടുത്ത് തഹജ്ജുദ് നിസ്കാരമുണ്ട് ഒക്കെ. ഇങ്ങനെ നിസ്കാരത്തിൽ നമ്മളങ്ങോട്ട് പാക്ക് ചെയ്ത്, അള്ളാഹ്ക്ക് അറിയാലോ നമ്മൾ എവിടെ പോകുന്നത്. നമ്മൾ എന്തെങ്കിലും ഇങ്ങോട്ട് പാക്ക് ചെയ്ത് ഇത് തന്നെ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ മക്കളൊക്കെ ഉള്ളവർ ഇത് കേൾക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ നിസ്കാരം മാത്രം മക്കളെ കൃത്യമായിട്ട് അങ്ങ് ശീലിപ്പിച്ചോ, ബാക്കിയുള്ളതൊക്കെ അങ്ങ് ശരിയായിക്കോളും. അതന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് വലിയൊരു മാനസിക നിസ്കാരത്തിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ശാരീരിക ഗുണങ്ങൾ ഒരുപാടുണ്ട്. കുമ്പിടുമ്പോൾ റുക്കൂ ചെയ്യുമ്പോൾ ഡൈജഷനായിട്ട് ബന്ധപ്പെട്ടും എല്ലുകളുടെ പേശി പ്രശ്നങ്ങൾ, പിന്നെ പേശി സംബന്ധമായ അസുഖങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ്. നമ്മളിപ്പോൾ യോഗ എന്നൊക്കെ പറഞ്ഞ് പലതും ചെയ്യുന്നില്ലേ, അതിൻ്റെയൊക്കെ ഒന്ന് ഒരു മറുവശത്തിലുണ്ട്. ശാരീരികമായ ഒരുപാട് ഗുണങ്ങളുണ്ട്. സുജൂദ് തന്നെ ആലോചിച്ചു, എന്ത് അത്ഭുതമാണ്. ശരീരത്തിൻ്റെ തലച്ചോറിലേക്ക്, നമ്മളിപ്പോൾ നോമ്പിനൊക്കെ വല്ലാതെ ക്ഷീണത്തോടു കൂടി നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് അസർ നിസ്കരിച്ചാട്ടെ എന്ന് പറഞ്ഞാൽ അസർ നിസ്കരിച്ചാൽ നമ്മുടെ പകുതി എനർജി തിരിച്ചു വന്ന പോലെ തോന്നും. എന്താ കാരണം? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് രക്തം ധാരാളമായിട്ട് ഒഴുകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഹൃദയത്തിൻ്റെ താഴെയായിട്ട് നമ്മുടെ തലച്ചോറ് വരുന്നൊരവസ്ഥ ഉണ്ട്. സുജൂദ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഈ ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന്, അല്ലെ ഇപ്പം ഒന്ന് പോസ് ചെയ്തിട്ട് പോയിട്ടൊന്ന് സുജൂദ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. സുജൂദ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണത്. നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ മുഖം ഇങ്ങനെ തടിച്ച് വരുന്ന പോലെ, ഒരു വെയിറ്റ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം മൈൻഡ് ഒന്ന് ഫ്രഷ് ആവുന്നുണ്ട്. മൊത്തത്തിൽ നമ്മൾ ഒരു ഭാരം ഇറക്കി വെക്കൽ തന്നെയാണ് നമസ്കാരം. ഓക്കെ, ഇല്ല അലൽ ഖാശഈൻ എന്ന് പറയുന്നുണ്ട്. ഇത് വലിയൊരു ഭാരമുള്ള സംഗതിയാണ് നിസ്കാരം. ഇല്ല അലൽ ഖാശഈൻ, അള്ളാഹുവിന് ഖുശൂവോടുകൂടി തഖ്വയോടുകൂടി ഖുശൂവോട്, ഒരു ഭയഭക്തി ആദരവോടുകൂടി പടച്ചവൻ്റെ മുമ്പിൽ നിസ്കരിക്കുന്നവർക്ക് അതൊരു പ്രയാസമുള്ള കാര്യം അല്ല.
പിന്നെ നിസ്കാരം എപ്പോഴും നമ്മൾ പല പല നിസ്കാരങ്ങളും നമുക്കുണ്ട്. നന്ദി സൂചകമായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ആളുകൾ ഗോൾ അടിച്ചിട്ട് സുജൂദൊക്കെ ഇന്ന് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ നന്ദി സൂചകമായിട്ടുള്ള സുജൂദ് ഉണ്ട്. ഇപ്പം ഖുർആൻ ഓതുമ്പോൾ തന്നെ സുജൂദിനെ പറ്റി പറയുന്ന സ്ഥലങ്ങളിൽ 15ഓളം സ്ഥലത്ത് സുജൂദ് ചെയ്യാൻ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ വേറെ വേറെ സുജൂദുകൾ ചെയ്യണം. പക്ഷേ ഈ സുജൂദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ആ, പ്രണയമാണ്. പ്രണയം ആയിട്ട് അതിനെ ബന്ധപ്പെടുത്തുക. കാരണം നമ്മൾ നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിലേ നമ്മളിപ്പോൾ രാവിലെ സുജൂദ് എണീറ്റ് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എനിക്കൊരു ദിവസം കൂടെ അള്ളാഹു തന്നു, അൽഹംദുലില്ലാ രാവിലെ ഭക്ഷണം കഴിക്കണ്. ഓരോ ദിവസവും നമുക്ക് എന്തൊക്കെ നന്മകളല്ല തരുന്നത്. നമ്മളൊക്കെ എണീറ്റ് നടക്കണില്ലേ, നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നു, ഇതൊക്കെ അള്ളാഹിൻ്റെ നിയമത്തിലാണ്. അള്ളാഹിനോടുള്ള ഈ സ്നേഹം ഇങ്ങനെ ഇങ്ങനെ തുളുമ്പി 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 അതിൻ്റെ ആട്ട് ആ സുജൂദിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അള്ളാഹിനിങ്ങോട്ട് വാരി പുണരുന്ന പോലെയാ ആ സുജൂദ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ്, അതാണ് ആ സുജൂദിൻ്റെ പ്രത്യേകത. ഇമാം ഗസാലി ഇമാമിൻ്റെ പിന്നെ ഇഹിയ ഉലൂമുദ്ദീൻ, അദ്ദേഹം മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഇഹിയയിൽ അദ്ദേഹം നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഭാഗത്ത് സുജൂദ്, അതായത് നിസ്കാരം ശ്രദ്ധ ഉണ്ടാവാൻ വേണ്ടി അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിന്റെ കാലിൻ്റെ ചോട്ടിൽ താഴെ, ഈ മുസല്ലൻ്റെ താഴെ ഖബർ കാണണം മനസ്സിൽ. നമ്മളിങ്ങനെ ആ ഖബറിൽ വെള്ള പൊതിച്ച് കിടക്കുന്നത് നമ്മളിങ്ങനെ വെറുതെ ഇമാജിൻ ചെയ്യാം. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ കാരണം നമ്മൾ ഇന്നല്ലേ നാളെ ഇങ്ങോട്ട് പോകണ്ടാണ്, ഈ ഖബറിലേക്ക് പോകണ്ടാണ്. നമ്മുടെ ഡേറ്റ് എപ്പോഴാണ് അള്ളാഹു ആലം. എനിക്കറിയില്ല കേട്ടോ ഈ ഖുറാൻ്റെ 604 പേജും തീർക്കാൻ കഴിയുമെന്ന് ഒരു ഉറപ്പുമില്ല. ഇൻഷാ അല്ലാ എനിക്ക് നിയ്യത്തുണ്ട് ഇൻഷാ അല്ലാ. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ ആളുകൾ തഫ്സീറൊക്കെ എടുത്ത് ഇപ്പോൾ വായിക്കാൻ പോലും സമയമില്ല. ഇതാകുമ്പോൾ കേട്ടാൽ മതിയല്ലോ, കേൾക്കുകയും ചെയ്യുക കാണുകയും ചെയ്യുക. അപ്പോൾ അവിടെ ആയത്തുകൾ ഇങ്ങനെ വെച്ചിട്ട് പറയല്ലേ. അപ്പം ഒരുപക്ഷെ വായന തന്നെയാണ്, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ആളുകൾക്ക് ഇത് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ മനസ്സിലാക്കാനൊക്കെ പറ്റും ഇൻഷാ അല്ലാ. എത്രയോ ആളുകൾ കാണുന്നുണ്ട് ഇത്, അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ പറയുന്നത് ഇൻഷാ അല്ലാ അല്ലാ തൗഫീഖ് ചെയ്യട്ടെ. പലരും ഈ കമൻറ്റിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. പലർക്കും എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഇങ്ങനെ വിശദമായ തഫ്സീർ കൃത്യമായ ഒരു ഷെഡ്യൂളായിട്ട് ഇങ്ങനെ ഇതുപോലെ ഉള്ള സംവിധാനങ്ങൾ കുറവാണെന്ന് തോന്നുന്നുണ്ട്. ആളുകൾക്ക് പിന്നെ ഇത് പറയാൻ വലിയ താല്പര്യം, പല സത്യങ്ങളും പുറത്തു വന്നാലേ പലരുടെയും കച്ചവടം പൂട്ടിപ്പോകുന്നുള്ളതാണ്. ചില കോർപ്പറേറ്റ് സംവിധാനങ്ങൾ ദീനിൻ്റെ അകത്തും ഉണ്ടല്ലോ. ചിലരൊക്കെ ഇതിനെ ചൂഷണം ചെയ്യുന്ന ചൂഷണങ്ങൾക്കെതിരും കൂടിയാണ് ഖുർആൻ. ഖുർആൻ ശരിയായ രീതിയിൽ നമ്മൾ ഇൽമു പഠിച്ചു കഴിഞ്ഞാൽ പല രംഗത്തും നമ്മളെ ചൂഷണം ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അതും അതിൻ്റെ ഒരു വിഷയമാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ടോപ്പിക്കിലേക്ക് വീണ്ടും വരിക. നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലിൻ്റെ ചോട്ടിൽ ഖബർ അവിടെ കാണുക. നമ്മളിങ്ങനെ വെള്ളം പുതച്ച് താഴെ കിടക്കുന്ന ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. വലതുവശത്തേക്ക് വെറുതെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക. സുന്ദരമായ സ്വർഗം, ആസ്വദിച്ചാൽ ആസ്വാദനങ്ങൾ അവസാനിക്കാത്ത സ്വർഗീയമായ പ്രപഞ്ചം, തസ്നീം എന്ന ഉറവ, ചാരുക്കസേരയിൽ തലയണയും വിരിച്ചിട്ട പരവതാനികളും സുന്ദരന്മാർ. നമ്മൾ സ്വർഗത്തെ പറ്റി ഇതിലൊക്കെ എന്ത് രസമെന്നറിയോ ഈ സ്വർഗത്തെ പറ്റി നമ്മൾ വർണ്ണന. മരണമില്ലാത്ത ലോകം ആസ്വദിച്ചാൽ നമ്മൾ ഭൂമിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. പക്ഷെ ടേസ്റ്റ് ആസ്വാദനം തീരാത്തൊരു ലോകം. ആ ഒരു സ്വർഗീയ അനുഭൂതി, അങ്ങനെ നമ്മൾ പറയാം, അനുഭൂതിക്ക് തന്നെ സ്വർഗീയ സുഖം. നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല, പറയാ സ്വർഗീയ സുഖമാണ്. അപ്പം അങ്ങനെയുള്ള സ്വർഗീയമായ അവസ്ഥ വലതുവശത്ത്. ഇടതുവശത്ത് എന്താ കണ്ട് നിങ്ങളെ മനസ്സിലേക്ക് വരുന്നില്ലേ? നരകം. ഇത് ഗസാലി ഇമാമിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഇടതുവശത്ത് നരകത്തിൻ്റെ അഭീകരമായ ശിക്ഷയെ, കഠിനമായ ശിക്ഷയെ നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യണം. മുമ്പിൽ അള്ളാഹുവിനെ നമ്മൾ ഇമാജിൻ ചെയ്യുക. അള്ളാഹിനെ ഇമാജിൻ ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പം വേറൊരു മതത്തിലാണെങ്കിൽ നമുക്ക് ഹിന്ദു മതത്തിലോ ക്രിസ്തു മതത്തിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്. ആ ദൈവത്തിൽ ഏതെങ്കിലും മുമ്പിൽ വെക്കാം. പക്ഷെ നമ്മൾ അള്ളാഹിനെ എങ്ങനെ വെക്കും? അള്ളാഹിനെ നമ്മൾ വെക്കുക എങ്ങനെയാന്ന് വെച്ചാൽ, അള്ളാഹുവിനെ പറ്റിയുള്ള നമ്മുടെ അവസാന പഠനം അല്ലെങ്കിൽ പറഞ്ഞതിൻ്റെ ഏറ്റവും ആധികാരികമായിട്ട് നമുക്ക് അള്ളാഹിൻ്റെ രൂപത്തെ പറ്റി നമുക്കറിയാം, ലൈറ്റാണ്. നീല വെളിച്ചം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീല പോലെ എന്നൊക്കെ ചില പിന്നെ ചില കിതാബുകളിലുള്ള വർത്താനങ്ങൾ മാത്രം. അതും നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതൊരു വെളിച്ചമാണ്. അള്ളാഹു നൂറുൻ അലാ നൂർ. ആ അതിശക്തമായ ആ പ്രകാശം, ആ സ്നേഹപ്രകാശം, ആ ദിവ്യ വെളിച്ചം,
അത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന പോലെ. അത് വെറുതെ നമ്മൾ ഇമാജിൻ ചെയ്യും, ഒരു ലൈറ്റ് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ആ വെളിച്ചം കാണുമ്പോഴത്തേക്ക് മനസ്സ് മുഴുവനും നിറഞ്ഞൊഴുകുന്ന സന്തോഷവും സമാധാനവും തോന്നുന്ന ഒരു ഒരു വെളിച്ചം നമ്മുടെ മനസ്സിൽ വെറുതെ ഇമാജിൻ ചെയ്യുക. ഇതാണ് നിസ്കരിക്കാൻ നിൽക്കുന്ന ഒരാൾ. പിന്നെ നമ്മുടെ മനസ്സിലേക്കുള്ള ചിന്ത വേറൊന്നും വരരുത്. പിന്നെ നമ്മൾ പറയുന്ന കാര്യത്തിൽ അർത്ഥം അറിഞ്ഞുകൊണ്ട്, ആ ഫാത്തിഹ നമ്മൾ പഠിച്ചില്ലേ, അതുപോലെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നിസ്കാരത്തിൽ ഒരു അറബ് വാക്കിന്റെ അർത്ഥവും നമ്മൾ അറിയാത്ത, അർത്ഥവും വിശദീകരണവും അറിയാതെ പോകരുത് കേട്ടോ. എന്നാലേ നമ്മൾ ആ അർത്ഥത്തിൽ നിസ്കാരക്കാരായിട്ട് നമുക്ക് മാറാൻ കഴിയുള്ളൂ. അപ്പോൾ അത് അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കിയിട്ട് നിസ്കാരം 5 വഖത്തും എന്തൊക്കെ പ്രയാസം, നമ്മളിപ്പം നട്ടെല്ല് പൊട്ടി സ്പൈനൽ ഇഞ്ചേർഡ് ആയിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിലും നമ്മൾ നിസ്കരിച്ചണം. നിസ്കരിച്ചേ പറ്റൂ. അത് മനസ്സുകൊണ്ടാണെങ്കിലും കണ്ണുകൊണ്ടാണെങ്കിലും നമ്മൾ നിസ്കരിക്കുക. ഏത് സിറ്റുവേഷനിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവുമായിട്ടുള്ള ബന്ധം വിടാതിരിക്കാൻ നമസ്കാരമാണ് നമ്മളെ. ഒരു കാര്യം പറയാം, ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിൻ്റെ കലാം. അള്ളാഹ് നമ്മളോട് കലാം ചെയ്യാണ്, സംസാരിക്കുക. അള്ളാഹിൻ്റെ ടോക്കാണ്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഇതിങ്ങനെ പറയുമ്പോൾ അള്ളാഹു തആല ഫിൽ ഖുർആനിൽ കരീം, അള്ളാഹിൻ്റെ ഖുർആനിലുള്ള സംസാരം, അള്ളാഹാണ് നമ്മളോട് സംസാരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് മനുഷ്യൻ എഴുതി വെച്ചതല്ല. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിയത് എഴുതി വെച്ചതല്ല. യഅൂദു ബില്ലാഹ്. അങ്ങനെ സംഭവിക്കൂല. അള്ളാഹിൻ്റെ വചനങ്ങളാണിത്, ദൈവീക വചനങ്ങളാണ് 100%. ആ അള്ളാഹു സംസാരിക്കാൻ നമ്മളോട്. യുഖീമുൻ, അവർ നിസ്കരിക്കുന്നവരാണ്. എൻ്റെ മുത്തഖികൾ, എൻ്റെ കിതാബ് ഞാൻ ഇറക്കിയത് എൻ്റെ മുത്തഖികൾക്ക് ഹിദായത്ത് കൊടുക്കാനാണ്. എൻ്റെ മക്കൾ, ആദമിൻ്റെ മക്കളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അതിൽ വഴിതെറ്റുന്ന ആളുകളുണ്ടാവും, പക്ഷെ മുത്തഖികളെ പിടിച്ചാൽ കിട്ടൂല. ഇബ്ലീസ് പറയുന്നുണ്ട്, ഞാൻ ആദമിൻ്റെ സകല മക്കളെയും ഞാൻ വഴിതെറ്റിക്കും. അള്ളാഹു പറയുന്നുണ്ട് മുത്തഖികൾ കിട്ടൂല മോനെ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അള്ളാഹു നമ്മളെ മുത്തഖികളിൽ ഉൾപ്പെടുത്തണേ. ആദ്യം ഗൈബിയായ കാര്യങ്ങളിൽ അടിയുറച്ച വിശ്വാസം വേണം. രണ്ടാമത്തേത് വയുഖീമൂന സ്വലാത്ത, നമസ്കാരം എപ്പോഴെങ്കിലും കൂടുമ്പോൾ ചൊല്ലിയല്ല, തോന്നുമ്പോൾ ചൊല്ലിയല്ല, കൃത്യമായി ചടുലതയോടെ. വഖത്തിന് പ്രധാനമുണ്ട്. യുഖീമൂന എന്നുള്ളത് വഖത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വാക്കും കൂടെയാണ്. സൂറത്തു നിസാഇൽ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, കൃത്യമായി കൃത്യസമയത്ത് നിസ്കരിക്കുന്നവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. യുഖീമൂന സ്വലാത്ത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഇത് പറയുമ്പേ ഇപ്പൊ മുത്തഖിന്റെ 5 ഗുണങ്ങൾ എണ്ണി പറഞ്ഞ ഒന്നാമത്തത് ആ വിശ്വാസമല്ലേ, ഞാൻ ഇപ്പൊ വിശ്വസിച്ചിട്ടില്ലേ, നമുക്കങ്ങനെ അസസ് ചെയ്യാം. വയുഖീമൂന സ്വലാത്ത്, ഞാൻ എത്ര കാലം നിസ്കരിക്കണ്, അത് അസസ് ചെയ്യുക. അടുത്തതാണ് നമ്മൾ കുടുങ്ങുക, ഇവിടെയാണ് നമ്മൾ കുടുങ്ങുക. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, ഇൻഫാഖ് ചെയ്യുന്നവർ, ചെലവാക്കുന്നവർ, പൈസ ചെലവാക്കുക. ഇത് ഇൻഫാഖ് റിസ്ക് എന്നാ പറഞ്ഞിട്ടോ. പൈസ മാത്രമല്ല, നമ്മുടെ കാറ്, നമ്മുടെ മൊബൈല്, നമ്മുടെ വീട്, നമ്മുടെ വാച്ച്, നമ്മുടെ കണ്ണട, നമ്മുടെ പൈസ, നമ്മുടെ ചെരുപ്പ്, നമ്മുടെ ഡ്രസ്സ്, A to Z നമ്മൾ നമ്മുടേതാന്ന് പറയാന്നേ ഉള്ളൂ. ശരിക്കും നമ്മുടേതൊന്നുമല്ല. നമ്മൾ പൈസ എടുത്ത് വാങ്ങിൻ്റെ അല്ലേ? അല്ല, അതിനൊക്കെ അവകാശികളുണ്ട്. അതായത് നിങ്ങളുടെ തൊട്ട് വീട്ടിൻ്റെ അയൽപ്പക്കത്ത് ഒരു വീടുണ്ടെന്ന് വിചാരിച്ചോളൂ. നിങ്ങളുടെ വീട്ടിൽ കാറുണ്ട്. അപ്പോൾ അയൽവാസിയുടെ വീട്ടിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ രാത്രി, നാട്ടിൽ ആംബുലൻസ് സംവിധാനമൊന്നുമില്ല, ആശുപത്രിയിൽ നിന്ന് നിങ്ങളുടെ നാട്ടിലെത്താൻ ഒരു 5 കിലോമീറ്റർ വേണം, പിന്നെയും അവിടുന്ന് വണ്ടി എടുത്ത് ഇവിടെ എത്തുമ്പോൾ സമയമാവും. അപ്പം തൽക്കാലം ഒരു ആശുപത്രിയിൽ പോകാൻ നിങ്ങളെ കാറൊന്ന് തരുമോ? നിങ്ങളൊന്ന് ഡ്രൈവറായിട്ട് വന്നാലും മതി. അപ്പുറത്തെ വീട്ടിലെ താത്ത വന്നിട്ട് പറയാം. അപ്പോൾ അത് പറ്റില്ല, കാരണം വണ്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ചെയ്യാം വർത്തമാനത്തിൽ തന്നെ. മൊത്തത്തിലൊരു പ്രശ്നമുണ്ട്, അതാണ് പ്രശ്നം. ഒന്നും കൊടുക്കൂലെന്നേ. വയം നാവുനൽ മാഊൻ, നിസ്കാരക്കാരെ പറ്റി പറഞ്ഞില്ലേ, നിങ്ങൾ ആലോചിച്ചോക്ക്. ആവുമായിട്ട് ഇതിനെ ബന്ധമല്ലേ? നിങ്ങൾ ഇത്ര പേര് പഠിച്ചെന്നറിയില്ല. മാവുനിലെ ആ നിസ്കാരവും ഈ പറഞ്ഞതുമായിട്ടൊരു ബന്ധമല്ലേ? ആലോചിച്ച് നോക്കൂ. ഞാനിപ്പോൾ അതിൻ്റെ തഫ്സീറിലേക്ക് പോകണില്ല. ഫവൈലുലിൽ മുസ്വല്ലീൻ എന്ന് പറഞ്ഞു, നിസ്കരിക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വയം നാവനൽ മാവൻ, ഒരു ഉപകാരം പോലും ചെയ്യാത്ത മനുഷ്യന്മാർ, അവർ അറയത്തല്ലത് യുക്തിബ് വിദ്യയും, ദീനിനെ കളവാക്കുന്ന കള്ളവിശ്വാസികളാണ് എന്ന് പറഞ്ഞ ആ സൂറത്തിൽ നിസ്കാരത്തോട് ബന്ധപ്പെടുത്തിയിട്ട് റിസ്ഖിനെ, ഒരാൾക്കൊരു ഉപകാരവും ചെയ്യാത്തവർ എന്ന് പറഞ്ഞ പറഞ്ഞത് ഖുർആന്റെ ആയത്തുകൾ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഒരു വലിയ ഐഡിയോളജിയാണ് നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹു ഇട്ടുതരുന്നത്.
അപ്പോൾ ഈ ഐഡിയ ഇത് മനസ്സിലായില്ലേ? ഇത് സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? നമ്മുടെ മുമ്പിലുള്ള, നിങ്ങളിപ്പോൾ എവിടെ ഇരിക്കുന്നത്? നിങ്ങളെ ചുറ്റുവട്ടത്തുള്ള മൊത്തം സാധനങ്ങളില്ലേ, നിങ്ങളെ സാധനമല്ലേ ഒക്കെ ആണ്, നിങ്ങളെ ഫോൺ, നിങ്ങളൊക്കെ ഫാന, നിങ്ങളുടെ ഇതൊക്കെ ഇതിൻ്റെ അവകാശികൾക്ക് കൊടുക്കണം. അതെന്താ അവകാശികൾ എന്ന് പറഞ്ഞാൽ? അതൊരാൾ ഒരാവശ്യത്തിന് ചോദിച്ചാൽ കൊടുക്കണം. അപ്പോൾ പിന്നെ അത് കേട് വരുമോ, അല്ലെങ്കിൽ അത് കൊടുത്താൽ അവൻ തിരിച്ചു തരൂലേ? അതൊന്നുമല്ല. ഒരാൾക്ക് ഒരാവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കണം. അതാണ് ആ റിസുക്കിനെ നമ്മൾ ഇൻഫാക്ക് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ മിമ്മ റസ, ഇത് സ്വതക്കയും ജക്കാത്തും മാത്രമല്ല ഇതിൽ പെടുന്നത്. സാമ്പത്തികമായിട്ട് നമ്മൾ ചെയ്യുന്ന സ്വതക്ക ജക്കാത്ത് മാത്രമല്ല, ആളുകൾക്ക് ഉപകാരം ഉണ്ടാവുന്ന കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടണം എന്ന് തന്നെയാണ് വളരെ കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത് കുഞ്ഞു മക്കളിൽ തന്നെ നമ്മൾ പഠിപ്പിക്കണം കേട്ടോ. കുഞ്ഞു കുട്ടികൾ, വീട്ടിലുള്ള ചെറിയ മക്കളെ നമ്മൾ പുറത്തെവിടെ കൊണ്ടുപോകുമ്പോൾ അവരെ കൊണ്ട് കൊടുപ്പിക്കുക പൈസ. എവിടെയെങ്കിലും സദക്ക ചെയ്യുന്ന കാര്യമാണെങ്കിൽ അവരെ കൂടി കൂട്ടിയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ പോവുകയാണ്, ഒരു ബസ് സ്റ്റോപ്പ് ക്ലീൻ ആക്കണം, മക്കളെയും കൂട്ടിയിട്ട് പോവുക. അവർക്കൊക്കെ ഇത് നമ്മുടെ ശരീരം, നമ്മളെ വീട്ടിലൊരു സാധനം. അപ്പോൾ ഒരു കാര്യം നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം പറയാം. നമ്മളെ വീട്ടിലിപ്പോൾ ഒരു കൈക്കോട്ട് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. മൺവെട്ടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തെക്കൻ കേരളത്തിലുള്ളവർക്കൊക്കെ മൺവെട്ടി എന്ന് പറഞ്ഞ സാധനമല്ലേ, മണ്ണ് കിടക്കുന്ന സാധനം. ഇതെല്ലാ വീട്ടിലൊന്നും ഉണ്ടാവില്ല, ചില വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെന്ന് വിചാരിച്ചു, അയൽവാസി വന്നിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇന്നലെ വരെ നമ്മളെടുത്തിട്ട് മൺവെട്ടി ഉപയോഗിച്ചിട്ടുണ്ട്, കൈക്കോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അയൽവാസി എന്ന് ചോദിക്കുകയാണ്, ഇവിടെ കൈക്കോട്ടുണ്ടോ, ഒന്ന് തരുമോ? അപ്പോൾ നമ്മൾ ഇവിടെ ഇല്ല, ഇവിടുത്തൊക്കെ പൊട്ടിപ്പോയി എന്ന് പറയുമ്പോൾ നിങ്ങളെ മോൻ അവിടെ ഇരിക്കണ്ട, അല്ലെ മോൾ അവിടെ ഇരിക്കണം, മോള് കണ്ടാണ് ഇന്നലെ നമ്മളിത് ചെയ്ത്. എന്നിട്ട് അവരോട് തിരിച്ചു പോയപ്പോൾ മോൾ നമ്മളോട് ചോദിക്കുക, ഉപ്പ അല്ലെ ഉമ്മ അത് ഇപ്പുറത്തുണ്ടല്ലോ, എന്തേ കൊടുക്കാഞ്ഞ്? അത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടാൻ എന്ന വാക്ക് പറയുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട് അവിടെ, മക്കളെ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന്. ടാങ്കിലുള്ളതല്ലേ ടാപ്പിൽ വരുള്ളൂ. നമ്മൾ ഈ മാതാപിതാക്കളാണ് മക്കളെ ചീത്തയാക്കുന്ന നന്മ. ഇതിലൊക്കെ നമ്മൾ കൈ അയച്ച് സഹായിക്കണം. നിങ്ങൾ ഞാനൊരു ചെറിയൊരു കഥ പറയട്ടെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്തൊരു കഥ പറയാം. ഒരു വീട്ടിൽ ഒരു മനുഷ്യൻ അയാൾ പിന്നെ വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ, എല്ലാവരുടെ അടുത്തും പൈസ ഒന്നും ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുള്ളവർക്ക് എന്നും ബുദ്ധിമുട്ട് തന്നെയാണ്, അത് ഒരു പരീക്ഷണമാണല്ലോ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരാൾ, പ്രയാസമുള്ള ഒരാൾ പിന്നെ വന്ന് ബാപ്പനോട്, ഒരു അയൽവാസിയായ ഒരാൾ വീട്ടിൽ വന്നിട്ട് ബാപ്പനോട് പൈസ വെച്ച്, ഒരു 10,000 റുപ്യ കടം തരുമോ, പെട്ടെന്ന് തരാം. അപ്പം മോന് ഇത് കേട്ട് ബാപ്പനെ വിളിച്ചിട്ട് മോന് പറഞ്ഞു, അയാൾക്ക് പൈസ കൊടുക്കണ്ട ബാപ്പ, അത് തിരിച്ചു തരും, എനിക്ക് തോന്നില്ല അയാളെ ചോദ്യം വർത്താനൊക്കെ കണ്ടിട്ട്. ബാപ്പ പറഞ്ഞ്, ഒരു മനുഷ്യനെ നമ്മൾ അറിയില്ല, നമ്മളിപ്പോൾ ഇവിടെ പുതുതായിട്ട് വന്ന് താമസിക്കുന്ന ആൾക്കാരാണ്, ഒക്കെ അറിയില്ല, ഒരാളവിടെ നിന്ന് വന്നിട്ട് പ്രയാസം പറയുമ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ് ബാപ്പ സാധു അത് ചെയ്തു. മോന് പറഞ്ഞ പോലെ തന്നെ മറ്റേ ആൾ, ഒരാഴ്ച പറഞ്ഞ ആൾ ഒരാഴ്ച കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ ആളെ കാണുന്നില്ല. അപ്പോൾ അപ്പനോട് മോൻ പറഞ്ഞേ, അപ്പം ഞാൻ അന്നേ പറഞ്ഞില്ലേ അത് കൊടുക്കണ്ടെന്ന്, അത് കഴിഞ്ഞ് കിട്ടിയത് തന്നെ എന്ന് പറഞ്ഞു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ മോൻക്ക് വലിയൊരു സാമ്പത്തിക ആവശ്യം വന്നു. പെട്ടെന്ന് 1,00,000 റുപ്യ വേണം, വളരെ അർജൻറ്റാണ്. അപ്പോൾ ബാപ്പ പറഞ്ഞു, നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരു വീട്ടുകാരുണ്ട്, അവരെ എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല, നമ്മൾ കാണലൊക്കെ ഉണ്ട്, നമ്മളൊന്ന് പോയി നോക്കുക. അങ്ങനെ ആ ഓപ്പോസിറ്റുള്ള ആളുടെ വീട്ടിൽ ചെന്നിട്ട് അവരോട്, നമുക്കൊരു അത്യാവശ്യമായിട്ടൊരു 1,00,000 രൂപ വേണം, പെട്ടെന്ന് തന്നെ തിരിച്ചു തരാം, വിത്തിൻ 7 ഡേയ്സ്, അതിൻ്റെ 7 ദിവസം വേണ്ടി വരില്ല, അതിൻ്റെ മുമ്പ് തന്നെ തിരിച്ചു തരാം, ഇപ്പോൾ ഒരു അത്യാവശ്യം ആയതുകൊണ്ടാണ്, നമുക്കിങ്ങനെ പ്രയാസത്തിലാണ് എന്ന് അവിടെ പറഞ്ഞപ്പോൾ അവർ തുറന്ന് തന്നെ പറഞ്ഞു, ഞങ്ങൾ ഒരു കുഴപ്പമില്ല, 1,00,000 ഞാൻ തരായിരുന്നു, പക്ഷെ ഇത് ചെറിയ എമൗണ്ട് അല്ല, വലിയ എമൗണ്ട് ആണല്ലോ. അപ്പോൾ ആരെങ്കിലും ഒന്ന് ജാമ്യം എങ്കിലും വേണ്ടേ, അല്ലാതെ ഇപ്പോൾ നമ്മളെങ്ങനെയാ എന്നൊക്കെ രീതിയിലൊരു സംസാരം ഇയാളെ ഭാഗത്തുനിന്ന് വരുമ്പോഴാണ് നമ്മുടെ പഴയ കക്ഷിയില്ലേ, ആ 10,000 വാങ്ങിയ മനുഷ്യൻ ഈ വീട്ടിലെ പണിക്കാരനാണ്. അയാൾ ഇങ്ങനെ അപ്പുറത്തോട് ഇങ്ങോട്ട് വന്നപ്പോൾ, എന്താ നിങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ, നിങ്ങൾ പരിചയമുണ്ടോ? എന്നാൽ പിന്നെ ജാമ്യക്കാരൻ ഇയാൾ മതി, ഇവിടുത്തെ വിശ്വസ്തനായ പണിക്കാരനാണ്, കഴിഞ്ഞ മാസങ്ങളോളം അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്.
അപ്പം അയാളടുത്തേക്ക് പറഞ്ഞു, ഞാനൊരിക്കൽ കുടുങ്ങിയപ്പോൾ ഇവരെ വീട്ടിൽ പോയിട്ട് 10,000 വാങ്ങിയാണ് അന്ന്, ഒന്നും നോക്കാതെ ഇവർ എനിക്ക് എടുത്തു തന്നാണ്, അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട, ഓൽക്ക് കൊടുത്തോളൂ, ഓല് തിരിച്ചു തരും, നല്ല മനുഷ്യന്മാരാന്ന് പറഞ്ഞപ്പോൾ ഈ ബാപ്പന്റെ കണ്ണിന്നും വെള്ളം വരുന്നു. പിന്നെ ഈ മോനില്ലേ, മോൻ എന്നാ പറഞ്ഞേ, അപ്പോൾ അന്ന് 10,000 കൊടുത്ത് ഈ ഇതൊക്കെ ഭൂമിയിൽ അള്ളാഹു നമ്മൾ റിസ്ക് നല്ല നീയത്തോടു കൂടെയാണെങ്കിൽ, നല്ല നീയത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യണമെങ്കിൽ, നോക്കൂ, ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹ് കാണുന്നുണ്ട്. ഖുറാനിൽ തന്നെ പറയുന്നില്ലേ, ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കാതെ നമ്മൾ റിസ്ക് മറ്റുള്ളവർക്ക് വേണ്ടി യാതൊരു പ്രതിഫലവും ഇങ്ങോട്ട് ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്തോ, ഇൻഷാ അല്ലാ അത് കിട്ടിയിരിക്കും. 100%. നിങ്ങളത് എഴുതി വെച്ചോ, നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ ചെയ്തു നോക്ക്, എന്തെങ്കിലും ഒന്ന് ആർക്കെങ്കിലും ഒന്ന് കൊടുത്തു നോക്ക്. അത് ചിലപ്പോൾ അന്ന് കിട്ടിയില്ല എന്ന് വരാം, പിറ്റേന്ന് അല്ലെങ്കിൽ പിന്നീട് അത് നിങ്ങൾക്ക് വേറൊരു വഴിയിൽ അതിനേക്കാളും സുന്ദരമായ രീതിയിൽ അള്ളാഹു നമുക്ക് തരും. അത് സങ്കടങ്ങളാണെങ്കിലും കേട്ടോ, പ്രയാസവും സങ്കടമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വല്ലാതെ വിഷമിക്കൊന്നും വേണ്ട, ഇതിനേക്കാളും നല്ലത് നമുക്ക് അള്ളാഹ് കൊണ്ട് തരും. എൻ്റെ ജീവിതത്തിൽ ഒരുപാട്, ഞാൻ കഥ പറയണ ഒരുപാട് കഥ പറഞ്ഞു പോകും. ഒരുപാട് സന്ദർഭത്തിൽ അള്ളാഹു എന്താണ് അള്ളാഹ് അത്ര ഞാൻ ആഗ്രഹിച്ച ഒന്ന് തന്നുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന പല കാര്യവും ഏതാനും വർഷങ്ങൾക്ക് ഉള്ളിൽ അത് അതിനേക്കാളും നല്ലത് അള്ളാഹ് നമുക്ക് തിരിച്ചു തരും. അപ്പോൾ ഇൻഫാക്ക് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ഗൈബിയായ കാര്യങ്ങളിലുള്ള അടിയുറച്ച വിശ്വാസം മുത്തക്കികൾക്ക്. ആരാണ് മുത്തക്കി? അള്ളാഹു ഈ കിതാബാകുന്ന ഖുർആൻ ഹിദായത്ത് കിട്ടിയ മുത്തക്കികൾക്കാണ്. ആ മുത്തക്കികളുടെ ഒന്നാമത്തെ ഗുണം, അവർ ഗൈബിയായ കാര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അവർ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ്. അവർ അവരുടെ എല്ലാ റിസുക്കും, വീട്ടിലുള്ള സകലതും അവരുടേത് എന്ന് പറയുന്ന A to Z കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാൻ സന്നദ്ധതയുള്ളവരാണ്. അത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഈ കാര്യത്തെത്തുമ്പോഴാണ്, ഇതിന്മേലെത്തുമ്പോഴാണ് മലയാളത്തിൽ പറയില്ല, അണ്ടിയോട് അടുക്കുമ്പോൾ, അണ്ടി എന്ന് പറയുന്ന മാങ്ങയുടെ അണ്ടിയില്ലേ, അതിനോട് അടുക്കുമ്പോഴാണ് പുളി അറിയാന്ന് പറയലുണ്ട്. അതുപോലെ സാമ്പത്തിക ഇടപാട്, ഒരാളുടെ സ്വഭാവം ശരിയായ രീതിയിൽ സ്വഭാവം അറിയാൻ വേണ്ടി അയാളോട് സാമ്പത്തിക ഇടപാട് നടത്തിയാൽ മതിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം യാത്ര ചെയ്യുക, അല്ലെ സാമ്പത്തിക ഇടപാട് നടത്തുക. അതുപോലെ എല്ലാ കാര്യവും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സന്നദ്ധത, ഇൻഫാക്ക് ചെയ്യാൻ, സാമ്പത്തികമായിട്ട് ആളുകളെ സഹായിക്കാനൊക്കെ സാധിക്കണം. അതാണ് മൂന്നാമത്തെ ക്വാളിറ്റി. അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഈ മുത്തഖി. അല്ലാതെ ഈ പിശുക്കന്മാരായിട്ട് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത, ഈ സ്വഭാവമായിട്ട് യാതൊരു ഉപകാരം ചെയ്യാതെ വെറുതെ ഡയലോഗ് അടിച്ചെടുക്കുന്ന മനുഷ്യന്മാരൊന്നും മുത്തഖികളായിട്ട് കണക്കാക്കാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ പറയാണ്, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, അവർക്ക് അവതരിക്കപ്പെട്ടതിലും. അതെന്താന്ന് വിശദമായിട്ട് പറയാം. വമാ ഉൻസില മിൻ ഖബലിക, അവർക്ക് ഖബലിക എന്ന് പറഞ്ഞാൽ നിനക്ക് മുമ്പ് അവതരിക്കപ്പെട്ടതിലും. അപ്പോൾ ഏതാണ് മുമ്പും അവർക്കും? അതായത് നമുക്ക് അവതരിക്കപ്പെട്ട ഏതൊക്കെയാ? ഇതന്നെ. ഒന്ന് ഖുർആൻ, പിന്നെ ആരാ? നമ്മുടെ ചങ്കില ചോരയായ, നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉള്ളിൽ നമ്മൾ അത്രയും അധികം സ്നേഹിക്കുന്ന ഈ പ്രവാചക സ്നേഹമൊക്കെ നമ്മൾ വെറുതെ വയല് പറഞ്ഞാൽ പോരട്ടോ. അതിനെ നമ്മൾ ഈ ദുനിയാവുമായിട്ടൊന്ന് വെറുതെ ഒന്ന് ബന്ധപ്പെട്ട്, ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുന്നത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ റഹ്മത്തിലാണ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ബർക്കത്തിലാണ്. ഓക്കെ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ബർക്കത്തിലേ നമ്മൾ ഈ സംസാരം നടക്കുന്ന. ആലോചിച്ച് നോക്കൂ, കേരളം, UAE, GCC രാജ്യങ്ങൾ, മക്ക, മദീന, സൗദി, ഈ ഗൾഫായത് നബി വന്നുകൊണ്ടല്ലേ? അല്ലേ വെറും മരുഭൂമിയാവില്ല ഇനി അത്? ശരിക്ക് നബി സല്ലല്ലാഹു, നിങ്ങൾക്ക് ചരിത്രം നിങ്ങൾ എത്രത്തോളം പഠിച്ചെന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരേണ്ടിയിരുന്നത്, അന്ത്യപ്രവാചകൻ വരേണ്ടിയിരുന്നത് ക്രൈസ്തവ സമൂഹത്തിലായിരുന്നു. അല്ലെങ്കിൽ ബനി ഇസ്രായേൽ പരമ്പരയിൽ ജൂതനായിട്ടാണ് വരേണ്ടിയിരുന്നത്. അതാണല്ലോ ഇപ്പോൾ പ്രശ്നം ഉണ്ടായത്. അല്ലെങ്കിൽ യൂറോപ്പ് മുഴുവനും, ഇന്നത്തെ ക്രൈസ്തവ ലോകം മുഴുവനും ഇസ്ലാമിസ്റ്റുകളായിട്ട് മാറിയിട്ടുണ്ടാവില്ലായിരുന്നോ? അതിൽ വരാതിരുന്ന അവരത്രയും ഹറാമീയത്തിലും അത്രയും ജഹാലത്തിലും അത്രയും ഷിർക്കിലും കുഫറിലും ആയതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇനി കാര്യമില്ല, ഒരു പ്രവാചകൻ വന്നിട്ട് കാര്യം, ഇവർ കൊന്നുകളയല്ലേ, പ്രവാചകന്മാരെ വരെ കൊന്നുകളയുന്ന ഒരു സമൂഹമല്ലേ. അതൊന്നും നിഷ്കളങ്കരായ അന്നത്തെ അറബികൾ, ഇന്ന് കുറേയൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു, അന്നത്തെ അറബികൾ നിഷ്കളങ്കരായ ഒരു ജനതയെ
ത്യാഗസന്നദ്ധരായ ഒരു ജനതയെ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടാണ് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിൽ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിൽ, അതിനാൽ ആ പരമ്പര ഇങ്ങനെ എടുത്ത് നോക്കിയാൽ മതി. ഖുറൈശി ഗോത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്തുന്ന ആ കഥ, ആ ഒരു പരമ്പര മക്കയിലേക്ക് കൊണ്ടുവരികയാണ്, അറബ് ലോകത്തേക്ക്. ഈ മരുഭൂമിയെ പച്ചപ്പണിയിപ്പിക്കാൻ, അതൊരു വാക്കല്ല കേട്ടോ, അതങ്ങനെ തന്നെ പുലർന്നത്. മരുപ്പറമ്പിനെ പച്ചപ്പാക്കി, അത് സാമ്പത്തികമായ ഐശ്വര്യം നൽകി, ആ ബർക്കത്ത് നൽകി. അതിൻ്റെ തണലല്ലേ കേരളം. നമ്മൾ രണ്ട് മൂന്ന് ജനറേഷൻ മുമ്പ് വരെയുള്ള ആളുകൾ പ്രയാസപ്പെട്ട പ്രവാസ ലോകത്ത് അനുഭവിച്ചതിൻ്റെ സുഖമല്ലേ. ഇപ്പൊക്കെ പ്രവാസികൾക്കും അത്ര വലിയ പ്രയാസങ്ങളില്ലാതെ നല്ല രീതിയിൽ നല്ല സാലറി ഒക്കെ വാങ്ങി അവരുടെ ഒരു ജനറേഷൻ ഇവിടുന്ന് പഠിക്കാൻ പോയി, UK-ലും ഓസ്ട്രേലിയയിലും പലയിടത്തും പോയി പഠിക്കുന്നത്, നല്ല ജോലി, നല്ല ചിലരാവട്ടെ അതിൻ്റെ തണല് ഗവൺമെൻറ്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായി, ബിസിനസ് ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായതിന് പിന്നിലും മുഹമ്മദുർ റസൂലുള്ള, നമുക്ക് ആ ബന്ധം വിട്ട് കളയാൻ പറ്റൂലല്ലോ. ആ രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ദുനീവിയായിട്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ലേ. അതുകൊണ്ട് അൽഹംദുലില്ലാ, നമ്മുടെ നബി, നമ്മുടെ ഖുർആൻ, പിന്നെ ഇതേപോലെ ഈസാ നബിയും. ഈസാ നബിയെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്നു അത്ര തന്നെ നമ്മൾ ഇഷ്ടം. കാരണം വിവേചനം ഉണ്ടാവാൻ പാടില്ല. പ്രവാചകം ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ വിഷയത്തിലായാലും മൂസ അലൈഹി സ്വലാമിൻ്റെ വിഷയം, നമ്മുടെ നബി എന്നുള്ള അർത്ഥത്തിൽ നമുക്കൊരു അധിക സ്നേഹം ഉണ്ടാവും, നമ്മുടെ നബി. പക്ഷേ എല്ലാ പ്രവാചകൻ, ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലി, അമന റസൂൽ നമ്മൾ ഓതുന്ന ആയത്താണത്. ലാ നുഫരി, ഒരു തരത്തിലുള്ള വിവേചനവും പ്രവാചകന്മാർക്കിടയിൽ നമ്മൾ കൽപ്പിക്കാൻ പാടില്ല. അത് വേദഗ്രന്ഥങ്ങളുടെ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. അത് ഖുർആൻ അല്ലാത്ത മറ്റ് വേദഗ്രന്ഥങ്ങൾ പറയുകയാണെങ്കിൽ ബൈബിൾ, അല്ലെങ്കിൽ ഇഞ്ചീൽ, സബൂർ, വേദ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള മറ്റ് വേദഗ്രന്ഥങ്ങളും. കാരണം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, നമ്മളതിലൊക്കെ വിശ്വസിച്ചേ പറ്റൂ. കേരളത്തിൽ വന്നിട്ടുണ്ടാവാം, മലയാളിയായിട്ടുള്ള പ്രവാചകൻ ഉണ്ടായിട്ടുണ്ടാവും, ഹിന്ദി പറയുന്ന, തമിഴ് പറയുന്ന, തെലുങ്ക് പറയുന്ന, അല്ലെ ചൈന പ്രവാചകൻ ഉണ്ടായിട്ടുണ്ടാവും, ചൈനയിൽ വന്നിട്ടുണ്ടാവാം. ലോകത്തെല്ലാ സമൂഹങ്ങളിലും പ്രവാചകന്മാർ വന്നു എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ സംഗതിയാണ്. ലക്ഷക്കണക്കിന് കാലങ്ങൾക്ക് മുമ്പ് എത്രയോ സമൂഹങ്ങളിലും സമുദായങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഈസാ നബി അറബിയല്ലല്ലോ, ഇബ്രാഹിം നബി അറബിയല്ലല്ലോ. അറബ് സംസാരിക്കുന്ന പ്രവാചകന്മാരും അറബ് സംസാരിക്കാത്ത പ്രവാചകന്മാരും ഉണ്ട്. അതുപോലും നമ്മൾ പലപ്പോഴും ചിന്തിക്കുക, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കണം. അറബി സംസാരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ അതല്ലാത്ത ഈസാ നബിയുടെ ഭാഷ പോലും അവർക്ക് എഴുത്ത് ഭാഷ, ഹീബ്രു ഭാഷയിലും അരാമിക് ഭാഷയിലൊക്കെ. അതുകൊണ്ട് തന്നെ ഇന്ന് ആ വേദങ്ങളൊന്നും നിലനിൽക്കണമില്ല. അറബ് സംസാരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അറബ് ലോകത്ത് അവതരിച്ച വിശുദ്ധ ഖുർആൻ ഇന്നും അതേ വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ ലോകാവസാനം വരെ നിലനിർത്തണം എന്നുള്ള നീയത്ത്. ഇതിൻ്റെയൊക്കെ മാസ്റ്റർ പ്ലാൻ ഒന്ന് നോക്കുക അള്ളാഹുവിൻ്റെ, എന്തുമാത്രം വ്യക്തവും ശക്തവുമാണ്. ഇത് തകർക്കാൻ കഴിയും ഇനി ഖുർആനെ, തീർക്കാൻ കഴിയും ഖുർആനെ. ലോകത്ത് എവിടെയും വിധം മനുഷ്യൻ വിചാരിച്ചാൽ നടക്കുമോ? ഒരു രാജ്യമോ ലോകത്തെ മുഴുവൻ പട്ടാളക്കാരും ലോകത്തെ മുഴുവൻ മനുഷ്യരും വിചാരിച്ചാൽ കഴിയോ? ഇല്ല. ആരൊക്കെ പല റാഷിസത്തിൻ്റെ പേരിലൊക്കെ, തീവ്രവാദത്തിൻ്റെ പേരിലൊക്കെ എവിടേക്കോ ഖുർആനൊക്കെ കത്തിക്കുന്നത് കാണാം, അങ്ങനെയുള്ള വീഡിയോസ് കാണിക്കാറുണ്ട്. പക്ഷേ എത്ര കത്തിച്ചാലെന്ത്, ലക്ഷക്കണക്കിന് ആളുകളുടെ കൽഭാഗങ്ങളിൽ, ഇൻ്റർനെറ്റിൽ, മീഡിയയിൽ, കമ്പ്യൂട്ടറുകളിൽ, എവിടൊക്കെ എന്തൊക്കെ കിടക്കണ്. ഇതൊന്നും, ഇത് ഖുർആൻ്റെ നൂറിനെ അവരെത്ര, ഖുർആൻ്റെ മാത്രമല്ല ഇസ്ലാമിൻ്റെ വെളിച്ചത്തെ അവരെത്രത്തോളം കെടുത്താൻ വേണ്ടി ആഞ്ഞ് ഊതുന്നുണ്ടോ, ആ ഊത്തൊക്കെ ഊതുക എന്നല്ലാതെ ഇത് ആളിക്കത്തും. ഇത് ഈ പ്രകാശം കത്തി ജ്വലിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് ഈ നൂറ് അള്ളാഹു പൂർത്തീകരിക്കും. അള്ളാഹിൻ്റെ നൂറ് തന്നെയാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ വമാ ഉൻസില മിൻ ഖബ്ലിക, മുമ്പ് അവതരിക്കപ്പെട്ട സകല പ്രവാചകന്മാരിലും. അതിലൊരു തമാശ രൂപത്തിലൊരു കാര്യം പറയാണ്, ആ അർത്ഥത്തിൽ തന്നെ കാണുകയും ചെയ്യാവൂ. ഒരിക്കൽ കോഴിക്കോട് ടൗണിൽ നിൽക്കുമ്പോൾ ഒരാൾ നോട്ടീസ് കൊണ്ടുവന്ന്, ഞാൻ അങ്ങനെ വായിച്ചു. വായിച്ചപ്പോൾ തന്നെ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നാണ് ഈ നോട്ടീസ് വരുന്നത്. ശ്രീകൃഷ്ണൻ അലൈഹിസ്സലാമിൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച്. അതിങ്ങനെ ആലോചിച്ച് ചിരിച്ചും ചിന്തിച്ചും പോയൊരു സന്ദർഭമാണത്. സംഗതി ശരിയാണ്, സംഗതി ശരിയാണ് എന്നല്ല, സംഗതിയിൽ ശരിയുണ്ട്. അതായത് ഒരു പക്ഷേ പരമ്പരയിലെ ഒരു പ്രവാചകനാണെങ്കിലും നാളെ നമ്മൾ സ്വർഗത്തിലെത്തിയെന്ന് വിചാരിക്കാം, സപ്പോസ് അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യാം. സ്വർഗത്തിൽ അവിടെ എല്ലാ പ്രവാചകന്മാരുടെ കൂടെ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും മൂസ അലൈഹി ഇസ്ലാമിൻ്റെയും പ്രവാചകന്മാരുടെ ആ ഒരു ഭാഗത്ത് നമ്മൾ പോയി കാണുമ്പോൾ ഉണ്ട് അവിടെ ശ്രീകൃഷ്ണൻ, അതുപോലെ
പ്രധാനപ്പെട്ട ചില പേരുകൾ ഞാൻ ഉദാഹരണമായിട്ട് പറയും. ഉണ്ടെങ്കിലോ, ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. പക്ഷെ അതിനുള്ള സാധ്യതകൾ കാണുന്നു. കാരണം ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി, അവര് ദൈവമായിട്ട് പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെയാണ് ഈസാ നബി. ഒരു വ്യക്തി ജീവിച്ച ആ ജീവിത മൂല്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, സത്യത്തിന് വേണ്ടി ധർമ്മയുദ്ധം നടത്തി, മഹാഭാരത യുദ്ധം, ഞാൻ അതിലേക്ക് കടക്കുകയല്ല, പക്ഷെ പറയാം, ധർമ്മത്തിന് വേണ്ടി പോരാടണം. സകല പ്രവാചകന്മാരും അങ്ങനെയാണല്ലോ ചെയ്തത്. ധർമ്മത്തിനും സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടിയവരാണ് സകല പ്രവാചകന്മാരും. അതാത് കാലഘട്ടത്തിലെ സാമൂഹ്യ തിന്മകൾക്കെതിരെ അവർ പോരാടിയിട്ടുണ്ട്. അവരുടെ ശരീരം കൊണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നന്മക്ക് വേണ്ടിയിട്ട് ജീവിതം തിരിച്ച പ്രവാചക വര്യന്മാരുടെ പരമ്പരയിൽ ഇവരൊക്കെ ഉണ്ടായേക്കാം. ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇവരാണെന്ന് ഉറപ്പിച്ച് പറയാനും പറ്റില്ല, പക്ഷെ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഈ ഒരു പരമ്പര മുഴുവൻ ആദരിക്കേണ്ടതുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, അള്ളാഹു അല്ലാത്ത ഇതര ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അനാദരവോടുകൂടി അവരോട് ആ വിഷയം സംസാരിക്കുക പോലും പാടില്ല എന്നാണ്. നമ്മൾ മുസ്ലിങ്ങളോട് പറഞ്ഞാണ്, റെസ്പെക്റ്റ് ചെയ്യാനാ പറഞ്ഞത്, ആദരവോടെ കാണാൻ. അപ്പൊ എന്താണ്, അവരപ്പം നമ്മൾ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെയാണ് അധിക്ഷേപിക്കുക. അതുകൊണ്ട് അല്ലാതെ അള്ളാഹുവിൻ്റെ വഹദാനിയത്തിൽ കളങ്കം ചേരുമെന്ന ആ അള്ളാഹുവിന് അതിൽ എതിരഭിപ്രായം ഉണ്ടായിട്ടല്ല. പക്ഷെ സത്യം ഇതാണ്, നമുക്കറിയാം, പ്രപഞ്ചത്തിനൊരു സട്ടാവേ ഉള്ളൂ, അവരുടേതൊക്കെ സൃഷ്ടിയാണ് എന്നുള്ള സത്യം നമുക്കും അറിയാം, അള്ളാഹ്ക്കും അറിയാം. പക്ഷെ അതുവഴി സംഭവിക്കുന്ന ആസാറ്, അതിൻ്റെ പ്രതിഫലനം ഇതൊക്കെ ആയിരിക്കും. ഇപ്പോൾ തന്നെ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ കശ്മീരിൽ ആരോ പോയിട്ട് ആരെയോ വെടിവെച്ചു, കൊല്ലുന്നവനറിയില്ല ആരെ കൊല്ലാൻ പോണത്, കൊല്ലപ്പെട്ടവനറിയില്ല ആരാണ് കൊന്നത്, വെടിവെച്ചത്. മരിച്ചാക്കറിയോ എന്നാരെ വെടിവെച്ചതെന്ന് അറിയില്ല, എവിടുന്നോ ആരോ വെടിവെച്ച് കൊന്നു എന്നെ. ആ മരിച്ച ആളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ജാതി പറയണ്ട, മനുഷ്യനാ മരിച്ചത്. കൊന്നതാരാ? തീവ്രവാദി. അവന് മതം കൊടുക്കണ്ട, തീവ്രവാദിയാണ്. ഓൻ ഇസ്ലാമിൻ്റെ പേരിൽ നടക്കണമെങ്കിൽ ഓനൊന്നും ഇസ്ലാം അല്ല. അതാ പറഞ്ഞ, ഈ മുത്തക്കികൾക്ക് ഖുർആൻ ഉപയോഗം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അവരൊക്കെ വെറും വികാരജീവികൾ, അല്ലെങ്കിൽ അവർക്കൊക്കെ അവരുടേതായ രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടിയിട്ട് അവർ കരുവാക്കാണ്. ഒരു മൊത്തം സമുദായത്തെയാണ് അവർ കരുവാക്കുന്നത്. അക്രമികൾക്ക് അള്ളാഹു കഠിനമായ ശിക്ഷ നൽകട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാൻ ചേർന്ന് ദുആ ചെയ്യാണ്. എന്തിൻ്റെ പേരിലും ന്യായീകരിക്കാൻ പറ്റൂല. നിരപരാധികളായ ആളുകളെ എന്ത് അടിസ്ഥാനത്തിൽ, ഏത് ഖുർആന്റെ അടിസ്ഥാനത്തിൽ? ബദർ യുദ്ധം നടക്കുമ്പോഴും യുദ്ധത്തിൻ്റെ ഇടയിലും സ്ത്രീകളെയും കുട്ടികളെയും നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ആ ഇസ്ലാമിക ദർശനത്തിന്റെ വക്താക്കളാണോ, അവരാണോ ഈ പോയിട്ട് ചെയ്ത്? അതൊന്നുമല്ല. അതൊക്കെ വെളിച്ചത്ത് വരും. ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരും. സത്യം പുറത്തു വന്ന ചരിത്രം ഇന്ത്യയിലുള്ളൂ, അതുപോലെ ലോകത്തുള്ളൂ. അതൊക്കെ വന്നോളും. പക്ഷെ അതിൻ്റെ ഒന്നും ഉത്തരവാദിത്തം ഇസ്ലാമിന്റെ പേരിൽ കെട്ടിവെക്കരുത്. ഇസ്ലാം ഇതൊന്നും കൽപ്പിക്കുന്നില്ല. ഇതാണ് സത്യം. അതെല്ലാവർക്കും അറിയാം, അത് തെളിഞ്ഞ കാര്യമാണ്. തീവ്രവാദം എന്ന ഒരു സംഭവം, വർഗീയവാദം അല്ലെ അനീതി നടക്കുന്നത്, ഇതൊന്നും ഇസ്ലാമിന്റെ പേരിലാക്കാൻ പാടില്ല. അപ്പോൾ ഇതെങ്ങനെയല്ലല്ലോ ഈ പ്രവാചക പരമ്പര അതല്ലേ നമ്മളെ പഠിപ്പിച്ചത്? നന്മയല്ലേ പഠിപ്പിച്ചത്? സ്നേഹമല്ലേ പഠിപ്പിച്ചത്? സമാധാനമല്ലേ പഠിപ്പിച്ചത്? അതിനു വേണ്ടിയിട്ടല്ലേ പ്രവാചകന്മാർ നിലകൊണ്ടത്? അപ്പോൾ ആ പരമ്പരയെ നമ്മൾ എന്ത് ചെയ്യുക? ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഒരു മുത്തഖിയുടെ 4ാമത്തെ ഗുണം. വേദപരമ്പര, പ്രവാചക പരമ്പര. വേദപരമ്പര പ്രവാചകനെയും വേദത്തെയും എന്നല്ല, ഇങ്ങനെ പറയായിരുന്നു. ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇവിടെ പറയായിരുന്നു, അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ലോകാവസാനം വരെയുള്ള ജനതയ്ക്കുള്ള മാർഗദർശക ഗ്രന്ഥമാണ് എന്നതിൻ്റെ അടിവരയിട്ട തെളിവിൽ ഒന്നാണിത്. എല്ലാ വേദങ്ങളെയും എല്ലാ പ്രവാചകന്മാരെയും ഉൾക്കൊള്ളുന്നവരാണ് മുത്തഖികൾ. ഖുർആന് ഏതെങ്കിലും ഒരു സമൂഹത്തിനോ സമുദായത്തിനോ ഇറങ്ങുന്നതല്ല. പിന്നെ പറയാം അവസാനത്തത്, 5ാമത്തെ ഗുണം, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. യഖീനോടുകൂടെ, യഖീൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഉറപ്പിച്ച്. ഉറപ്പിച്ചെന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ യാതൊരു ശക്കും ഉണ്ടാവരുത്, ഒരു സംശയമില്ലാത്ത, ലേശം സംശയമില്ല, അങ്ങനെ. വബിൽ ആഖിറത്ത്. ആഖിറത്ത് എന്ന് പറഞ്ഞാൽ പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, അതല്ല ആഖിറം എന്ന് പറഞ്ഞാൽ. പരലോകത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ വിചാരിച്ചിരിക്കുന്നത് അന്ത്യനാളിലുള്ള വിശ്വാസം. അങ്ങനെ ചെറുപ്പത്തിൽ മദ്രസയിൽ നിന്ന് പഠിക്കുകയാണ്. ഒരു വിശ്വാസമല്ല അത്, വിശ്വാസത്തിന്റെ പേരല്ല. ഞാനിവിടെ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നാളെ പടച്ചവന്റെ മുമ്പിൽ വിചാരണ നേരിടേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ഈ തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ തെറ്റെന്ന് പിന്മാറുന്നതിന്റെ ആ വിശ്വാസമാണ് ആഖിറത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഞാൻ തൽക്കാലത്തിൽ രക്ഷപ്പെടും, പക്ഷെ ഇതിന്റെ ആഖിറം എന്താണ്? അള്ളാഹിന്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരും എന്നുള്ള ബോധം,
അതിനാണ് ഈ ആഖിറത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ. ഹിസാബിലേക്ക് അതിനെ ബന്ധപ്പെടുത്തണം, സ്വർഗ നരകങ്ങളിലേക്കും ഇതിനെ ബന്ധപ്പെടുത്തണം. അതാണ് ആഖിറത്തും. ഇപ്പം തൽക്കാലത്തേക്ക് രക്ഷപ്പെടുമായിരിക്കും. ഇപ്പം തൽക്കാലത്തേക്ക് നമ്മുടെ നമ്മുടെ ടീം ഏത് ഇസ്രായേൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമമൊക്കെ ഒരു തൽക്കാലത്തേക്കാണ്. 10-75 കൊല്ലമായി. ഇൻഷാ അള്ളാ അത് എന്തൊന്നിലേക്കുള്ള ക്ലൈമാക്സ് ആണ് ആ പോണത്. ലോകാവസാനത്തിലേക്കുള്ള ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞു. ഇപ്പം അധികമൊന്നും നീളേണ്ടതില്ല, കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഈ ആഖിറം എന്ന് പറഞ്ഞൊരു സംഭവം സംഭവിക്കാൻ പോകുന്നുണ്ട്. അത് വ്യക്തികളാവട്ടെ രാജ്യമാവട്ടെ അത് അവർക്ക് നല്ലതിനായിരിക്കില്ല. അവസാനം എല്ലാത്തിനും തിരിച്ചു കിട്ടും. അതാണ് ഈ ആഖിറം. അന്ത്യനാൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അന്ത്യനാളിലേക്കുള്ള ഈ ദുനിയാവിനെ പാകപ്പെടുത്തലും അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ നമ്മളൊന്ന് തിരിച്ചങ്ങോട്ട് പോയി വെക്കാം, മുത്തഖയിലേക്ക് തിരിച്ചു പോയി വെക്കാം. അന്ത്യനാളിലെ ഹിസാബിനെയും പരലോകത്തെയും സ്വർഗനരകങ്ങളെയും അടിയുറച്ച് ഈമാനോട് യഖീനോടുകൂടെ വിശ്വസിക്കുകയും നമുക്ക് മുമ്പ് അവതരിക്കപ്പെട്ട സകല പ്രവാചക പരമ്പരയിലും വേദ പരമ്പരയിലും അടിയുറച്ച് വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ നിഅമത്തുകളും റിസുക്കുമെല്ലാം ഇൻഫാഖ് ചെയ്യുകയും മറ്റുള്ളവർക്ക് സഹോദര ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുകയും ചെയ്യുന്നവർ. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, അതും അടിവരയിട്ട് പറയാണ്. ചിലർ അങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ട്, എല്ലാം മുസ്ലിങ്ങൾക്ക് കൊടുക്കണം. അല്ല, വിശക്കുന്നവനെയാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. ഓ അള്ളാഹു അക്ബർ പറഞ്ഞിട്ടില്ലെങ്കിലും മറ്റവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ അള്ളാഹു അക്ബർ ഇനി പറഞ്ഞില്ലെങ്കിലും ഓനിഞ്ഞ് ശിർക്ക് ചെയ്യുന്നവനാണെങ്കിലും അമ്പലത്തിൽ പോകണവനോ എന്തിനിപ്പോൾ കള്ളുടിയനാണെങ്കിലും വിശക്കുന്നവനും ബുദ്ധിമുട്ടുന്നവനും നമ്മൾ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ. വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ വയുഖീമൂന സ്വലാത്ത. അപ്പം നിസ്കരിക്കുകയും സമ്പത്തും സംവിധാനങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാ അമലുകളും ചെയ്യുന്ന സൽക്കർമ്മികളായ 5 വഖ്ത് നിസ്കരിക്കുന്ന ഗൈബിയായ അള്ളാഹുവിലും വിശ്വാസ കാര്യങ്ങളിൽ അടിയുറച്ച് ഈമാനോടെ വിശ്വസിക്കുന്ന യഥാർത്ഥ മുത്തഖികൾ അവർക്കുള്ള ഹുദയാണ് ഈ കിതാബ് എന്നതിൽ സംശയമില്ല. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് വരണം. ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ മുത്തഖിയെ ഈ റൈബിലേക്ക് കണക്ട് ചെയ്തിട്ട് സംശയമില്ലാത്ത കിതാബാണ് എന്നതിൽ സംശയമില്ല. ഇങ്ങനെയുള്ള ഒരു മുത്തക്കികൾക്കുള്ള ഹുദയാണ് എന്ന കിതാബാണെന്നതിൽ സംശയമില്ല. ആലോചിച്ച് നോക്കണം. ഇങ്ങനെയാണ് ഇതിൻ്റെ തഫ്സീർ മായന പറയുക. എന്നിട്ട് ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം, ഉലായിക ഇക്കൂട്ടര് മുത്തക്കികളായ ഹുദയുള്ള സന്മാർഗത്തിലായിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഈ പറഞ്ഞ 5 ഗുണങ്ങളുള്ള ഈ യഥാർത്ഥ മുത്തക്കികൾ, ഉലായിക അക്കൂട്ടർ അലാ ഹുദം മിർ റബ്ബിഹിം, അള്ളാഹുവിൻ്റെ ഹുദയിലാണ്. ചില സമയത്തൊക്കെ റബ്ബിനെ അള്ളാഹ് അവിടെ മിനല്ലാന്നല്ലേ പറയാം, റബ്ബ് കുറച്ചുകൂടെ അള്ളാഹുവിനോടെ. ഞാൻ ഈ ഖുറാൻ്റെ എൻ്റെ ഒരു പഠനത്തിലും നിരീക്ഷണത്തിലൊക്കെ അള്ളാഹുവിന് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ പിന്നെ റബ്ബ് എന്നുള്ള വാക്കാണ് അവിടെ വരിക. റബ്ബ് ഇപ്പോൾ നമ്മളൊന്ന് ചേർത്ത് പിടിക്കുക, റബ്ബ് എന്നാണ്. ഒരു ക്യൂട്ട് നെയിം ആയിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. നമ്മളെല്ലാം എൻ്റെ റബ്ബേ, ആ വാക്കിനെ നമ്മൾ നോക്കും, എൻ്റെ റബ്ബേ. നമ്മൾ ലൗലി അള്ളാഹിനെ വിളിക്കുക, സ്നേഹപുരസ്സരം അള്ളാഹുവോട് നമ്മൾ പറയുക. അതുപോലെ അള്ളാഹുവിന് ഇവിടെ ഒരു എൻ്റെ ആൾക്കാരാണത് എന്ന് പറയാണ്, ഓരോ റബ്ബ്. ആ റബ്ബിൻ്റെ ഹുദയിലാണെന്ന് ആ ഒരു വാക്ക് നോക്കൂ. അവർ പറയും ഉലായിക്ക ഹുമുൽ, അവരുണ്ടല്ലോ ഉലായിക്ക ഇക്കൂട്ടര് പറഞ്ഞ കൂട്ടര് 5 ക്വാളിറ്റി ഉള്ള നമ്മളൊക്കെ അള്ളാഹു അതിൽ ഉൾപ്പെടുത്താൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിന്നേഴ്സ്, അവരാണ് വിജയികൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയ മാത്രമല്ല, അടുത്ത ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ പറയും. ഇനി കാഫിറുകളെ പറ്റി, സത്യനിഷേധികളെ പറ്റിയാണ് അടുത്ത പേജിൽ പറയുന്നത്. അപ്പോൾ 5 ആയത്തുകൾ, സൂറത്തുൽ ബഖറയിലെ 5 ആയത്തുകൾ ഇവിടെ തൽക്കാലത്തേക്ക് അവസാനിക്കുമ്പോൾ ഇൻട്രോ പേജ്, ഖുർആനിൻ്റെ 1-ാമത്തെ പേജ്, ഫാത്തിഹ കഴിഞ്ഞാൽ 1-ാമത്തെ തുടക്കം കൃത്യമായി ക്ലിയറായി നെല്ലും പതിരും തിരിച്ച് സംഗതി അള്ളാഹ് പറഞ്ഞു അല്ലേ. മുത്തക്കികൾക്ക് ഹുദ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരൊന്ന് ഇത് ഓതിയിട്ടൊന്ന് വലിയ കാര്യം നിങ്ങൾ പഠിച്ചോളൂ. മുത്തക്കിയാകാത്തോടത്തോളം കാലം നിങ്ങൾക്ക് ഇത്, മുത്തക്കി അല്ലാത്ത ഒരാൾക്ക് പിന്നെ ഈ ഖുർആനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. എത്ര ആളുകളുണ്ട് ഇതൊക്കെ ഹിഫ്ള് ചെയ്ത് കാണാതെ പഠിച്ച് വലിയ ആലിമായിട്ട് നടന്നിട്ട് ദീനെന്നൊക്കെ വഴിമാറി സഞ്ചരിക്കുന്ന വാലീൻ എന്ന അവസ്ഥയിലെത്തി എത്ര പേരുണ്ട്, അങ്ങനെയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ പരമാവധി പഠിക്കുക. അള്ളാഹു നമ്മളെ ഹിദായത്തിലാക്കട്ടെ. തഖ്വയോടെ സൂക്ഷ്മതയോടുകൂടി അള്ളാഹിൻ്റെ കലാം പഠിക്കാൻ, അള്ളാഹു അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് ചെയ്യട്ടെ എന്ന്
നിങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും സ്വാലിഹായ ഒരു അമലായി അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്.